Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, Monisha. Good evening, Andrea. ഇന്ന് പ്രേയറിന് റെഡി ആരാണോ? Anyone? Yes, Linda. Good evening, ma'am. Good evening. പ്രേയറിന് റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പ്രേയർ ചെയ്യാം. ഞാൻ ചെയ്യാം മാം. Okay, തുടങ്ങട്ടെ? Yes, please. Okay, ma'am. Dear God, what a beautiful creation it is. Morning sun brings daylight. What a pleasant morning it is. Flowers' aroma is spreading everywhere. Birds are chirping so that everyone can wake up. A cool breeze will blow. Stop being lazy and start working. And help us to study, help our facilitator, and help our friends. Night moon come and make mind fresh. Thank you, God, for making us a wonderful creature in this world. Thank you. Okay. So last class നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആയിരുന്നു പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ക്ലാസ്സില് ആരോ എന്തോ പറയാനായിട്ട് ഷെയർ ചെയ്യാൻ വന്നപ്പോ മാനേജ് ചെയ്യാന്നാണ് എന്റെ ഒരു ഓർമ്മ. ആണെന്ന് തോന്നുന്നത് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം മാനേജിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്നത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ആള് റെഡി ആണെന്ന് എനിക്കറിയില്ല. ഉണ്ടോന്ന്? ഉണ്ട്. മനീജി ആയിരുന്നു അന്ന്. പിന്നെ പ്രോബ്ലം ആയിട്ടേ പിന്നെ കേറാൻ പറ്റില്ല. അതെയോ? ഓക്കെ ഓക്കെ. ശരി, എന്നാ ഇപ്പം എന്താന്ന് പറയാൻ വന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്യാമോ? ചൈൽഡ് എന്താ പറയാ ഇമോഷൻസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പൊ എന്റെ മോർണിംഗ് 2 വയസ്സുള്ളപ്പോൾ അവിടെ അവന്റെ അച്ചാച്ചൻ മരിക്കണതേ. അപ്പൊ അവനറിയില്ല, കുട്ടിക്ക് അറിയില്ല മരണാണോ എന്താണോ എന്ന് കുട്ടിക്ക് ഇങ്ങനെ അറിയില്ല. അങ്ങനെ കരയാനും അറിയില്ല, ചിരിക്കാനും അറിയില്ല. 2-3 വയസ്സാവാറായിട്ടുള്ളവന്. അപ്പൊ ഇങ്ങനെ കുട്ടി ഇങ്ങനെ അച്ചാച്ചനെ ഇങ്ങനെ കെടുത്തതിന് ചുറ്റും നടന്നിട്ട് അച്ചാച്ചനെ ഇങ്ങനെ തള്ളി വിളിക്കുക, എനിക്ക് അച്ചാച്ച നമുക്ക് പോവാ. അപ്പൊ കുട്ടിക്ക് അത് അറിയില്ല, മരിച്ചു കിടക്കാന്നോ അങ്ങനെ ഇമോഷൻസോ ഒന്നും അവന് ആയിട്ടില്ല. അപ്പൊ കുട്ടി ഇങ്ങനെ ചുറ്റും നടന്നിട്ട് അച്ചാച്ചനെ വിളിക്കുക, ചിരിക്കുക, ഉറക്ക ചിരിക്കുക. പക്ഷെ ആൾക്കാർ പക്ഷെ അവൻ അറിയില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന്. കുട്ടിയല്ലേ. അപ്പൊ അതാണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനത്തെ എന്തോ മിസ് മാം ചോദിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി വരായിരുന്നു. അവർക്ക് അത് അറിയാനുള്ള പ്രായമായിട്ടില്ല, അതുകൊണ്ട് അവരുടെ മെമ്മറി അതിനുള്ളത് വളർച്ച വന്നിട്ടില്ല. അപ്പൊ അവ അങ്ങനെ ചുറ്റും നടന്നിട്ട് ആൾക്കാരുടെ ഇടയിലൊക്കെ ഓടി നടന്ന് ചിരിക്കുക, വലിയ ഉറക്ക വർത്താനം പറയുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ മോൻ എന്ത് പ്രായമായി? ഇപ്പൊ 7 വയസ്സായി. അതിനുശേഷം അന്വേഷിച്ചിരുന്നോ അച്ചാച്ചനെ? ഇല്ല, പിന്നെ ഫോട്ടോ കാണുമ്പോ അറിയാൻ പറ്റാത്ത ഇല്ലാന്ന് മനസ്സിലാക്കി കൊടുത്തു. ഫോട്ടോ വെച്ചിട്ട് അച്ഛനാന്ന് ഓർമ്മയുണ്ട്. മരിച്ചത് കുട്ടിക്ക് അറിയില്ല, ഓർമ്മയില്ല. അച്ചാച്ചനെ കണ്ടോ അച്ചാച്ചൻ ഇങ്ങനെ കാട്ടി അച്ചാച്ചൻ ഇല്ലാന്ന് അയാൾക്ക്. ഓ ശരി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്.
പാരാമീറ്റർ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളുണ്ടാവും ഗ്രോത്തും ഡെവലപ്മെന്റും റിലേറ്റഡ് ആയിട്ട്. സോ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ടേബിൾ ഒന്നുകൂടെ നോക്കാം. നെക്സ്റ്റ് പേജ് ഒന്ന് എടുക്കാമോ റിജോ? ആ അതെ, എഴുതാൻ പറഞ്ഞു. ആ അത് ടേബിൾ ആണോ എങ്ങനെയുള്ളത്? മാനേജറുടെ കൺസേൺ എനിക്ക് ടെക്നിക്കൽ ടീം ഷെയർ ചെയ്ത് തന്നിരുന്നു. എനി ടൈപ്പ് ഓഫ് പസിൽസ് നിങ്ങൾക്ക് അതിനകത്ത് എഴുതാം, ഏതാണെങ്കിലും പ്രോബ്ലം ഇല്ല. പസിൽസ് ഇന്നത് വേണം അങ്ങനെയൊന്നുമില്ല. ടേബിൾ ടൈപ്പ് പസിൽസ് എന്നുള്ളതുകൊണ്ട് മാനേജർ എന്താ ഉദ്ദേശിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മള് അക്രോസ് അങ്ങനെ നമ്മൾ റൈറ്റും ലെഫ്റ്റും നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഉണ്ടാക്കില്ലേ? ക്രോസ് വേർഡ് ആണോ? ക്രോസ് വേർഡ് ആണോ? വേർഡ് നമുക്കൊരു ആക്ടിവിറ്റി വരും അത് പസിൽസിൽ കേട്ടണം. ഞാൻ ടേബിൾ ടൈപ്പ് എന്ന് വെച്ചപ്പോ എന്താന്ന് വിചാരിച്ചു. ക്രോസ് വേർഡ് ഒരു ആക്ടിവിറ്റി ഞാൻ ചെയ്യിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതെ, അപ്പൊ ഞാനത് ബാക്കി അപ്പൊ ഇത് ഡൗട്ടായിട്ടാണ് അവിടെ നിർത്തി. എങ്ങനെ എഴുതണ്ടെന്നൊരു ഐഡിയ കിട്ടിയില്ല. അപ്പൊ അത് അതിന്റെ കൂടെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടോ ക്രോസ് വേർഡിന്റെ ഏതെങ്കിലും പസില്? ഇല്ല, എഴുതിയിട്ടില്ല. ഞാൻ നിർത്തി, ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് എഴുതാന്ന് വിചാരിച്ചു. എഴുതിയെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമുക്ക് ക്രോസ് വേർഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിന് പറ്റിയൊരു ടോപ്പിക് വരുമ്പോഴേക്കും അത് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പൊ ഇതില് നമുക്ക് ഇതിൽ നമുക്ക് എങ്ങനെയുള്ള പസിൽസ് ആയാലും കുഴപ്പമില്ല. വേർഡ് പസിൽസ് ആവാം, പിക്ചർ പസിൽസ് ആവാം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു പറഞ്ഞു പോയത്. നമുക്കിപ്പോ മനസ്സിലായി ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള എക്സാമ്പിൾസ്. നമ്മളുടെ ചുറ്റും അങ്ങനെയുള്ള ആളുകളും ജീവിക്കുന്നുണ്ട് അല്ലെ. ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹത്തിന് IQ എന്താ പറയാ ഓട്ടിസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അന്നത്തെ കാലത്ത് ടീച്ചർ അത് ഇങ്ങനെയുള്ള കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ല ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞ ഐൻസ്റ്റീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ചിലരുണ്ടല്ലോ ഇത് വേസ്റ്റിന് താഴേക്ക് തളർന്നു പോയിട്ട് അവർ വീൽ ചെയറിലായിരിക്കും, പക്ഷെ IQ ഭയങ്കര കൂടുതലായിരിക്കും. സോ ദാറ്റ് മീൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മെന്റൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഫിസിക്കലി അവർക്ക് ഗ്രോത്ത് കുറവായിരിക്കാം. കൈയില്ലാത്തവര്, കാലില്ലാത്തവര്, അങ്ങനെയൊക്കെ ജന്മനാളുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. യെസ്, അങ്ങനെ കുറെ എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും ജീവിക്കുന്നവരുണ്ട് അല്ലെ. സോ അതായിരുന്നു ഗ്രോത്ത് ഡെവലപ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അത് പോയിന്റ്സ് ആയിട്ട് നമുക്ക് ആരോ മാർക്ക് ചെയ്ത് പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് നിങ്ങളൊന്നൊരു മെഡിറ്റേഷൻ പോലെ ഒന്ന് വായിക്കുക. എന്നിട്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം, എന്നിട്ട് ഷെയർ ചെയ്യാം. അത് കാണുന്നില്ലല്ലോ. അത് റിജോ ഒന്ന് താഴത്തെ പാരഗ്രാഫ് ഒന്ന് എടുക്കണേ. പാരഗ്രാഫ് അല്ല, ആ പോയിന്റ്സ്, പ്രിൻസിപ്പിൾ ഓഫ് യെസ് യെസ് ഓക്കെ അല്ലേ.
Right, please. എല്ലാരും വായിച്ചല്ലോ അല്ലെ? Yes, ma'am. അവധികൾ, കുട്ടികളുടെ പരീക്ഷ അവധിയൊക്കെ വരുന്നോണ്ട് കുറെ പേരൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, സോ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റും ഗ്രോത്തും നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് നമുക്ക് ഓരോന്നും പറഞ്ഞിരുന്നത് ഒരെണ്ണം മെഷർ ചെയ്യാൻ പറ്റും. ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഹൈറ്റ് വെയിറ്റ് ഒക്കെ മെഷർ ചെയ്യാൻ. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു മെഷേർഡ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഒന്ന് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒന്ന് ക്വാളിറ്റി ആണ്. ഗ്രോത്ത് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഡെവലപ്മെന്റ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് വരുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രോത്ത് ഒരു ഇത് വരുമ്പോൾ സ്റ്റോപ്പ് ആകും, പക്ഷെ ഡെവലപ്മെന്റ് ഒരു അൺസീസിങ് പ്രോസസ്സാണ്, സ്റ്റോപ്പ് ആകാത്തൊരു പ്രോസസ്സാണ്. നമ്മൾ ചില കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആയിരിക്കും അല്ലെ? നമ്മളിപ്പോ 10th കഴിയുമ്പോൾ +2 അടുത്ത ലെവലിലേക്ക്, ഞാൻ ഡിഗ്രി, നിങ്ങൾക്ക് മോണ്ടിസോറി ഒക്കെ ആയി, നമുക്ക് PG എടുക്കണം, PhD എടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു അൺസീസിങ് പ്രോസസ്സാണ്, സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് എന്തെങ്കിലും പഠിക്കും, വായിക്കും, നമ്മുടെ അറിവ് കൂടുതൽ നമ്മൾ കൂട്ടും, അതെല്ലാം വരുന്നത്. പ്രിൻസിപ്പിൾസ് പറയുന്നത് ഡെവലപ്മെന്റ് ഹെൽപ്സ് us to provide age appropriate tasks to children. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓരോ കുട്ടിക്കും നമുക്കറിയാലോ, കുട്ടികൾക്ക് ഓരോ ഏജിലും എങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. ഓരോ ഏജ് വരുമ്പോൾ എന്തെല്ലാം കുഞ്ഞു കുഞ്ഞു ജോലികൾ അവരെ ഏൽപ്പിക്കണം എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇത് റിലേറ്റ് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മാം, അതെ, എൻ്റെ മോളുടെ സ്കൂളിലെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ആ മാഡം കൗൺസിലിംഗ് ഉണ്ടായിരുന്നപ്പോ ആ മാഡം പറഞ്ഞിരുന്നു, നിങ്ങളൊരു 20 വയസ്സായിട്ട് അവരോട് ആ പാത്രം കഴുകുക അല്ലെങ്കിൽ അടിച്ചു വാരി അങ്ങനെ ക്ലീനിങ്ങിന് നിൽക്ക് അങ്ങനെ പറഞ്ഞാൽ അവർ പെട്ടെന്ന് ചെയ്യില്ലാന്ന്. ഓരോ ഇപ്പൊ 7 വയസ്സായി, അപ്പൊ അവർ കഴിച്ച ഭക്ഷണത്തിന്റെ പ്ലേറ്റ് അവരെ കൊണ്ട് കഴുകി വെപ്പിക്കാം, എഴുന്നേറ്റ് പോരുമ്പോ പുതപ്പൊക്കെ മടക്കി വെപ്പിക്കുക. അങ്ങനെ അവരുടേതായ കാര്യങ്ങൾ ചെറുതിലേ തുടങ്ങി അവരെ കൊണ്ട് ചെയ്യിക്കണം. എന്നാലാണ് അവര് വലുതായി വരുമ്പോൾ ചെയ്യുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞ ഇത്രയും ദിവസം ചെയ്യാൻ പറഞ്ഞാത്ത കാര്യം പറയുമ്പോ അവര് അത് പിന്നെ അനുസരിക്കൂലെന്ന്. നമ്മ എങ്ങനെ പറഞ്ഞാലും അത് അവർ ചെയ്യാൻ പോണില്ല. അങ്ങനെ പറഞ്ഞ മാഡം. കറക്റ്റ് ആണ്, ശരിയാ. ഓക്കെ, സോ അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഡ്രസ്സ് മടക്കി വെക്കാം, അവരുടെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കി വെക്കാം, അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഏജ് വരുമ്പോൾ അവർക്ക് തന്നെ സ്കൂൾ തുറക്കുമ്പോൾ ബുക്സ് കുറെ കവർ ചെയ്യും. ഹൈസ്കൂളിലൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ പല കുട്ടികളും കവർ ചെയ്യാനായിട്ട് തുടങ്ങും. നല്ല നീറ്റായിട്ട് കവർ ചെയ്ത് നെയിം സ്ലിപ്പൊക്കെ വെച്ച് അവർ തന്നെ പേരെല്ലാം എഴുതി ഒക്കെ വെക്കുന്നത് കാണാം. അങ്ങനെ ഓരോ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ കുട്ടികൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പം ആ ഡെവലപ്മെന്റ് ഓരോ സ്റ്റേജ് വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കും, എന്ത് കൊടുക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കും. നെക്സ്റ്റ് പോയിന്റ്, development helps us to know what to expect of a child and when to expect it. ഓരോ സ്റ്റേജിൽ വരുമ്പോൾ നമുക്കറിയാം കുട്ടികളിൽ നിന്ന് എന്ത് ആ ടൈമിൽ എക്സ്പെക്ട് ചെയ്യണം, എപ്പോൾ അത് എക്സ്പെക്ട് ചെയ്യണം. അതായത് ലൈക്ക് ഇപ്പൊ ഒരു കുട്ടി നന്നായി പാട്ട് പാടാൻ കഴിവുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമുക്കറിയാം ആ കുട്ടി ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരും പാട്ടത് പാടും, അല്ലെങ്കിൽ അത് തന്നെ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു ഏജ് ഉണ്ടാവും ചില കുട്ടികളിൽ. അപ്പൊ അത് അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ചിലൊരു സ്റ്റേജ് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇപ്പൊ കുട്ടിക്ക് അവന്റെ റൂം അല്ലെങ്കിൽ അവളുടെ റൂം അതൊന്ന് വൃത്തിയാക്കണം. അത് അവന് സ്വയം തോന്നുക ഒത്തിരി മോശമായിട്ട് കിടക്കുവാണ്, ഞാനത് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഡെവലപ്മെന്റ് ഓരോ സ്റ്റേജ് എത്തുമ്പോഴും കുട്ടികളിൽ നിന്ന് നമുക്ക് അവരുടെ നെക്സ്റ്റ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് എപ്പോൾ അവർ ചെയ്യും, എങ്ങനെ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. Next, development helps us to make children ready for the changes that occur in place of their body, interest, behavior and their environment. കുട്ടി വളരുന്ന ആ ഒരു ചുറ്റുപാട് അതിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും. അതെല്ലാം കുട്ടിയുടെ വളർച്ചയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതിന്റെയൊക്കെ ഒരു ഇമ്പാക്ട് കുട്ടിയുടെ വളർച്ചയിൽ വരും. സോ പിന്നെ അതുപോലെ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അവരുടെ താല്പര്യങ്ങൾ, ഇൻട്രസ്റ്റ്. ചിലപ്പോൾ ക്രയോൺസ് വെച്ച് കളർ ചെയ്യാനായിരിക്കും ഒരു ഏജിൽ കുട്ടിക്ക് താല്പര്യം. കുറച്ച് കഴിയുമ്പോൾ കുട്ടി വരയ്ക്കാൻ താല്പര്യം കാണിക്കും, കുറച്ച് കഴിയുമ്പോൾ ഷെയ്ഡിങ്ങിൽ താല്പര്യം കാണിക്കും,
കുറച്ച് മുമ്പ് സ്കെച്ച് ഇങ്ങനെ പെൻസിൽ വെച്ച് തന്നെ സ്കെച്ചിങ് ചെയ്യുന്ന ആ ഒരു ഇതായിരിക്കും കുട്ടിക്ക്. അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റ്, പിന്നെ അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ചുറ്റുമുള്ള എൻവയോൺമെന്റ് അനുസരിച്ച് ഇവരിൽ ഈ ഒരു ഇൻട്രസ്റ്റ്, ബോഡിയിലെ വ്യത്യാസം, ബിഹേവിയർ ചേഞ്ചസ് എല്ലാം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ബോഡിയിലെ ചേഞ്ചസ് അവർ മനസ്സിലാക്കും, പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാവും. അവരത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അമ്മയാണെങ്കിൽ അത് അങ്ങനെ ഷെയർ ചെയ്യും, ആ ഒരു ചേഞ്ചസ് അവർ ഷെയർ ചെയ്യും. നല്ല രീതിയിൽ കുട്ടിക്ക് ആ സമയത്ത് ഒരു ഗൈഡൻസ്, ട്യൂട്ടറിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഇനഫാണ്. കുട്ടി വേറെ ആരോടും അത് അന്വേഷിച്ചു പോകും. ആ ഒരു കുട്ടിയുടെ ചേഞ്ചസ് നമുക്കപ്പോൾ ടൈംലി ഗൈഡൻസ് കൊടുക്കാനായിട്ട് പാരന്റ്സിനാണെങ്കിലും ടീച്ചേഴ്സിനും പറ്റും. പിന്നെ പലപ്പോഴും കുട്ടികളിൽ എന്തെങ്കിലും ജന്മന ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇപ്പൊ സ്പീച്ചില് അല്ലെങ്കിൽ അവരുടെ കൈയുടെ മൂവ്മെന്റ്സോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ഷൻസിൽ എന്തെങ്കിലും ഒരു കുറവോ അല്ലെങ്കിൽ എന്തോ ഒരു അപാകത ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത് ഈ ഒരു സ്റ്റേജിൽ മനസ്സിലാകും. കുട്ടി നടക്കുന്ന രീതി, കാല് വെക്കുന്ന രീതി, പിന്നെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ കൈയുടെ മൂവ്മെന്റ്സ്, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഡീഫോർമേഷൻ കുട്ടിയുടെ ബോഡിയിലോ കുട്ടിയുടെ ആക്ഷനിലോ കാണുമെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ആ ഡെവലപ്മെന്റ് സ്റ്റേജ്. അത് നമ്മൾ ഈസിലി ഇപ്പൊ 4 വയസ്സിലൊക്കെ സ്പീച്ചിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ ഒരു പ്രായമാണ് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. 4 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി വരുന്ന പറയുന്ന സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ. അതാണ് അടുത്ത പോയിന്റ് പറഞ്ഞത്. ഡെവലപ്മെന്റ് ഹെൽപ്സ് ഇൻ ഈസിലി ഐഡന്റിഫിക്കേഷൻ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓഫ് എനി റിട്ടാർഡഡ് ഡെവലപ്മെന്റ്. നമ്മളുടെ വീടിനടുത്ത് ഒരു ചേച്ചിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. നോർമൽ ബേബി പോലെ തന്നെ തോന്നി. ഇവര് ഏതോ അമ്പലത്തിന്റെ അടുത്തോ അങ്ങനെ എന്തോ പോയ സമയത്തോ, അവിടെയാണോ വീടെന്തോ അവർക്ക് ഓർമ്മയില്ലാത്ത കറക്റ്റ് ആയിട്ട്, ഈ വെടിക്കെട്ട് നടക്കുമ്പോൾ കൊച്ചിന് ഒരു ഏകദേശം ഒരു 2 months എന്തെങ്കിലും ആയിട്ടുണ്ടാവണം. വെടിക്കെട്ട് നടന്ന സമയത്ത് ഭയങ്കര ശബ്ദമായിരുന്നു. നമുക്കറിയാലോ വെടിക്കെട്ടിന്റെ ആ ശബ്ദം വല്ലാത്തൊരു നോയ്സ് പൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഭയങ്കര ശബ്ദം. കുട്ടിക്ക് ഒരു ഭാവഭേദമില്ലായിരുന്നു. അപ്പോഴാണ് അവര് ഡോക്ടറെ കാണിക്കുന്നതും കുട്ടി ഡെഫാന്ന് മനസ്സിലാവുന്നത്, കേൾവി ഇല്ല. ആ കൊച്ചൊരു ടീനേജ് 20 years മുകളിലൊക്കെ ആയിട്ടുണ്ട്. അതിന് കേൾക്കില്ല, അത് ട്രീറ്റബിളും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ടൈമിൽ അത് മനസ്സിലായത്, റെസ്പോൺസ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാവരും ഒന്നിങ്ങനെ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഒന്നിങ്ങനെ ഇതാവുമല്ലോ, ആ ഒരു എന്താ പറയാ റിഫ്ലെക്സ് ആക്ഷൻ പോലും കുട്ടിന്ന് വന്നില്ല. മനസ്സിലായി കുട്ടിക്ക് എന്തോ. പിന്നെ അവര് ടെസ്റ്റ് ചെയ്യാൻ ഓരോന്നൊക്കെ അങ്ങനെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് അതിന്റെ മൂവ്മെന്റ് മാത്രമേ അത് മനസ്സിലാക്കുള്ളൂ. അതിന്റെ ഒച്ചയൊന്നും അതിന്റെ ഇയർ ഡ്രമ്മിലേക്ക് വീഴുന്നുണ്ടായിട്ടായിരുന്നു. അത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴും ഡെഫ് തന്നെയാണ്. ഡെവലപ്മെന്റ് ഇസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്. നമ്മൾ ഓൾറെഡി നമ്മളെ മുകളിലത്തെ ആ ഒരു ടേബിളിൽ പറഞ്ഞു, ഇങ്ങനെ സ്റ്റോപ്പ് ആകുന്നതല്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആണ്. അതിൽ പല പല ചേഞ്ചസ് വരും. ഡെവലപ്മെന്റ് ഈസ് സക്സസീവ്, ഓർഡേർഡ്. സക്സസീവ് എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഓർഡേർഡ് ആയിരിക്കും. നമുക്കറിയാം കുഞ്ഞ് ജനിച്ച ഉടനെ കുഞ്ഞിനുണ്ടാകുന്ന ഡെവലപ്മെന്റിന്റെ ഓരോ സ്റ്റേജും എല്ലാവർക്കും അറിയാം അല്ലെ. പല്ല് വരുന്ന പ്രായമുണ്ട്, കുട്ടി നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന പ്രായമുണ്ട്, കുട്ടി കരയുന്നു, പിന്നെ അതുപോലെ തന്നെ എഴയുന്നു, കമിഴുന്നു, പിന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യുന്നു കയ്യില്. അങ്ങനെ പല ഓരോരോ സ്റ്റേജിൽ ഓരോ ഡെവലപ്മെന്റിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റം നമുക്കറിയാം. അപ്പൊ അതൊരു ഓർഡേർഡാണ്, അതൊരു ഓർഡറിലാണ് പോകുന്നത്. എയർലി ഡെവലപ്മെന്റ് ഈസ് മോർ വൈറ്റൽ ദാൻ ലേറ്റർ ഡെവലപ്മെന്റ്. ആദ്യകാലങ്ങളിലെ ഡെവലപ്മെന്റ് അത് നമ്മൾ ഈ പറയുന്ന 6 years വരെ ഭയങ്കര റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് കുട്ടിയിൽ സംഭവിക്കുന്നത്. ബ്രെയിൻ ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. സോ ഈ എയർലി ഡെവലപ്മെന്റ് ആണ് മോർ വൈറ്റൽ, വളരെ ഇമ്പോർട്ടന്റ് ദാൻ ലേറ്റർ ഡെവലപ്മെന്റ്. പിൽക്കാലങ്ങളിലെ ഡെവലപ്മെന്റിനേക്കാളും എയർലി ഡെവലപ്മെന്റ് ആണ് മോർ വൈറ്റൽ എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മെച്യൂരിറ്റി, അയാളുടെ ലേണിംഗ്. സ്കൂളിൽ പോയി പഠിക്കുന്നത് മാത്രമല്ല, അല്ലാതെ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു നോളജ്, അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ
എല്ലാ വ്യക്തികളിലും ഡെവലപ്മെന്റിന്റെ ഫേസ് ലെവൽ എല്ലാം സെയിം തന്നെ, പക്ഷെ ഡിഫറൻസ് ആയിരിക്കും അല്ലെ. ഒരാളുടെ IQ ലെവൽ ആയിരിക്കില്ല വേറൊരാളുടെ. ഒരാള് വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ അയാളുടെ വ്യൂ പോയിന്റിലായിരിക്കില്ല വേറൊരാൾക്ക് വരുന്നത്. സോ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് ഡെവലപ്മെന്റില്. ചൈൽഡ് ഡെവലപ്സ് ആസ് എ യൂണിഫൈഡ് ഹോൾ. ഒരു കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഇന്റഗ്രേറ്റഡ്, എല്ലാം കൂടെ ചേർന്ന രീതിയിലാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇപ്പൊ ഒരു 45 ഏജ് ആയ എനിക്ക് ഇനിയൊരു ഡെവലപ്മെന്റ് എന്റെ ഇന്റലക്ച്വൽ ഭാഗത്ത് ഉണ്ടാകണമെങ്കിൽ ഞാൻ അതിനനുസരിച്ച് എന്തെങ്കിലും റിലേറ്റഡ് സ്റ്റഡിയോ അല്ലെങ്കിൽ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോഴേക്കും അതിലെനിക്ക് എന്തെങ്കിലും ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് നോളജ് ഞാൻ അക്വയർ ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ ഒരു കുട്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് കുട്ടിയുടെ അതിൽ വരുന്നത്. അതൊക്കെയാണ് അതിന്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് കുറെ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇനി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ ഈ പലതും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും, പല കാര്യങ്ങളും. ഈ ഓട്ടിസം ഉള്ള കുട്ടികളെ പറയില്ല, അവർക്കൊരു സ്പെഷ്യൽ കാര്യത്തിൽ ഭയങ്കര കൂടുതലായിട്ടൊരു ഇത് കൂടുതലാവുന്ന, അവർക്ക് വേറെ എന്ത് കാര്യത്തിലും അവര് ഇതുണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് ഭയങ്കര എക്സ്പേർട്ട് ആവും അവര്. അതെ. പിന്നെ ഓട്ടിസം തന്നെ പല ലെവൽസിൽ വരും. അത് അവരുടെ പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് അവർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുന്നത്. അതായത് 30%, അവരുടെ ആ ഒരു റിട്ടാർഡേഷൻ, അങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഏത് കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ഏത് കുട്ടിക്കാണ് ആക്ടിവിറ്റി കൊടുത്താൽ ചെയ്യുക, അതൊക്കെ അവരുടെ ആ സ്പെഷ്യൽ ടീച്ചർക്ക് മനസ്സിലാവും. പക്ഷെ ഒരു 80% അതിന് മുകളിലേക്കും ആണെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അവരെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അവർ ചിലപ്പം അനങ്ങാതിരിക്കുന്ന ടൈപ്പോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവരായിരിക്കും അവർ. അപ്പൊ അങ്ങനെ അതിന് അവരിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ക്യാപ്റ്റൻ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ഇതുപോലെ എന്ത് പറഞ്ഞാലും നമ്മൾ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ അവന് ഫിലിമിലൊക്കെ ഓരോ ഡയലോഗൊക്കെ അരമണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഡയലോഗ് കാണാതെ പറയും. ശരിയാ. അതിനൊക്കെ ഒരു ഒബ്സർവേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മളിപ്പം നോർമൽ ഒരു ചൈൽഡിനെ എന്താ പറയാ നമ്മൾ പാമ്പർ ചെയ്യുന്നതൊന്നും ഇവർക്ക് അത് അത്ര താല്പര്യം ഉണ്ടാവില്ല. ഞാൻ കണ്ട ചെറിയ പ്രശ്നമുള്ള ഓട്ടിസമുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പിയർ ഗ്രൂപ്പ്, അവന്റെ സെയിം പ്രായക്കാരോട് ഒരു താല്പര്യമില്ല, പക്ഷെ പ്രായമായവരോടാണ് അവൻ കൂടുതൽ മിങ്കിളാകുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. സാധാരണ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്ഡ് സ്റ്റേജില് പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. ഫ്രണ്ട്സ് ആ ഒരു സർക്കിളിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കുമല്ലോ. ഇത് അങ്ങനെ ഇല്ലാത്തൊരു ഗ്രൂപ്പ് വരും ഓട്ടിസത്തിന്റെ ചില ഏരിയയിലുള്ള ആളുകൾക്ക്. നെക്സ്റ്റ് അടുത്ത പേജിലേക്ക് ഒന്ന് പോവാമോ റിജു? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്താന്ന് കറക്റ്റ് ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾക്ക് തന്നെ പറയാനായിട്ട് ശരിക്കും പറ്റും. നമുക്കറിയാം, ഒരു ചെടി നല്ല വളമൊക്കെ ഉള്ള ഒരു മണ്ണിലാണെങ്കിൽ നല്ലപോലെ സൺലൈറ്റ് കിട്ടുന്നു, നല്ലപോലെ വെള്ളം കിട്ടുന്നു, നല്ല വളക്കൂറുള്ള മണ്ണാണ്. അങ്ങനെയാണെങ്കിൽ ചെടിയുടെ വളർച്ച നല്ലതായിരിക്കും അല്ലെ. നല്ലപോലെ പൂവുണ്ടാകും, കായ ഉണ്ടാകുന്നതോ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആ രീതിയിൽ പോകുന്നതാണെങ്കിൽ അതെന്താണോ അത് മാക്സിമം ഔട്ട്പുട്ട് അത് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. നല്ലൊരു എൻവയോൺമെന്റിലാണ് അവർ വളരുന്നതെങ്കിൽ അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റും നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ നടക്കും. ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല, അതിന്റെ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കും. അപ്പൊ എന്തുകൊണ്ടായാലും നമ്മളെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, അത് ജീവിക്കുന്ന ചുറ്റുപാടുണ്ട്. പിന്നെ ചിലത് ജെനറ്റിക്സ് അല്ലെ, ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ടെന്ന് നമ്മൾ പറയും. ചില അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടി, അല്ലെങ്കിൽ ചില മാനറിസം അത് ഹെറിഡിറ്ററി ആന്ന് പറയും. മുടിയുടെ ഒരു ടെക്സ്ചർ, അതെല്ലാം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ നമ്മള്. ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആർ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്. അപ്പൊ മെയിൻ പറയുന്നത് ഹെറിഡിറ്ററി, ഈ പറയുന്ന എൻവയോൺമെന്റൽ കണ്ടീഷനുമാണ് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ്. അപ്പം ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വരാം ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഐസിന്റെ കളർ വരില്ല, സ്കിന്നിന്റെ കളറ്, യെസ്.
സൗണ്ട് ഹെയർ സൗണ്ട് വരില്ലേ? സൗണ്ട് വരാം. Growth of hair. ഫിസിക്കൽ പാരാമീറ്റേഴ്സ് അല്ലെ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഐസ്, സ്കിൻ, സൗണ്ട്, പിന്നെ എന്താ പറയാ നടപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പം അമ്മയുടെ ശരീരപ്രകൃതി ആണെങ്കിൽ അമ്മ ഇപ്പൊ വണ്ണമുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരും. അല്ലെങ്കിൽ അച്ഛന്റെ ശരീരപ്രകൃതി, അച്ഛൻ ഹൈറ്റ് ഉള്ള ആളാണെങ്കിൽ അങ്ങനെ വരും. അതൊക്കെ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ പറയാം. ഹെറിഡിറ്ററി ഉണ്ടാവോ മാം? ഐക്യു കുട്ടികളുടെ ഐക്യൂല്? അതെ അതെ, യെസ്. അപ്പൊ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലേ പാരന്റ്സിൽ നിന്ന് കുട്ടികളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ചില ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിന്റെ ഒരു ട്രാൻസ്മിഷൻ ആണ് ഹെറിഡിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അത് പലപ്പോഴും കുട്ടിയെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഹൈറ്റിന്റെ കാര്യത്തിലാണെങ്കിലും, വെയിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും, ബോഡി സ്ട്രക്ചറിന്റെ കാര്യത്തിലാണെങ്കിലും, നിങ്ങൾ പറഞ്ഞ പോലെ കളർ ഓഫ് ദ ഐ, ടെക്സ്ചർ ഓഫ് ദ ഹെയർ, ഈവൻ ഐക്യു പറഞ്ഞില്ലേ, ഈവൻ ദ ഇന്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ്, എങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അത് അനലൈസ് ചെയ്യാം. അച്ഛന്റെ ബുദ്ധിയാണ് അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു ബുദ്ധിയാണെന്നൊക്കെ പറയില്ലേ, അതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹെറിഡിറ്ററിയിൽ വരും. അതുപോലെ ഡോക്ടേഴ്സ് എന്നാ ചോദിക്കും പ്രഷർ, ഷുഗർ ഇങ്ങനെയുള്ള കാര്യം പാരന്റ്സിന് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. യെസ്, കറക്റ്റ്. ഡിസീസസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ? ചിലപ്പോ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹേർട്ട് ഡിസീസ്, ഡയബറ്റിസ്, ഒബിസിറ്റി, അമിതവണ്ണം, ഇതെല്ലാം ഈ ജീൻസിലൂടെ അങ്ങ് പാസ് ചെയ്യുവാണ്. അപ്പൊ അത് thereby affecting the growth and development of the child. ചില സമയത്ത് അമ്മമാര് പറയില്ലേ, പ്രഗ്നൻസി, അപ്പൊ മോള് പ്രഗ്നന്റ് ആയി, അമ്മമാര് പറയും എനിക്ക് നോർമൽ ആയിരുന്നു, സോ അവൾക്കും ഡെഫിനറ്റ്ലി നോർമൽ ആയിരിക്കും എന്നവരൊരു കാടടച്ചൊരു പറയുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോ നടക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയും. കാരണം അമ്മയ്ക്ക് ആ ഒരു അമ്മ പുബർട്ടി സ്റ്റേജിലായിരുന്ന സമയത്ത് ഉണ്ടായ മാറ്റങ്ങൾ തന്നെ ചിലപ്പോ പെൺകുട്ടികളിലും ആ ഒരു ഏജിൽ തന്നെ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് പറയാറുണ്ട്. പിന്നെ ഡയബറ്റിക് അങ്ങനെ ആവുന്ന കേസസ്. അപ്പൊ ഡിസീസസ് ഉൾപ്പെടെ എല്ലാ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ട്രാൻസ്മിഷൻ, അതിന്റെ ഒരു ട്രാൻസ്മിഷൻ ആണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ഹെറിഡിറ്റിയുടെ കാര്യം പറഞ്ഞു. അത് ഡിസീസസും വരാം, അതുപോലെ തന്നെ അല്ലാതെയുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും വരാം. ഇനി അവിടെ ജെൻഡറിന്റെ കാര്യം പറയുന്നുണ്ട്, സെക്സ് അല്ലെ? അതൊരു മേജർ ഫാക്ടർ തന്നെയാണ് ഒരു ചൈൽഡിന്റെ സെക്സ് എന്ന് പറയുന്നത്. അഫക്റ്റിംഗ് ദ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ്. ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. ഡിഫറെന്റ് വേസിലാണ് ഇവരുടെ രണ്ടുപേരുടെയും ഗ്രോത്തും ഡെവലപ്മെന്റും രണ്ട് രീതിയിലായിരിക്കും. നമുക്കറിയാം ഫിസിക്കലി അവർക്ക് ഉണ്ടാകുന്ന ഡിഫറൻസസ് നമുക്കറിയാം. പ്രത്യേകിച്ചും ഒരു പുബേർട്ടി, അവരുടെ ആ കൗമാരം, ആ ഒരു സ്റ്റേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഡിഫറൻസസ് നല്ല രീതിയിൽ മനസ്സിലാകും. ആൺകുട്ടികൾക്ക് മീശ, അങ്ങനത്തെ കാര്യങ്ങൾ, ശബ്ദത്തിൽ വ്യത്യാസം, പെൺകുട്ടികളുടെ വോയിസ് കുറച്ചുകൂടി സ്വീറ്റ് ആവുന്നു. പിന്നെ അവർക്ക് വേറെ പല ചേഞ്ചസും അവരുടെ ബോഡിയിൽ ഉണ്ടാകും അല്ലെ? പിന്നെ ഹൈറ്റ് വെക്കുന്നത്, അങ്ങനെ ഫിസിക്കലി സ്ട്രോങ് ആകുന്നു ആൺകുട്ടികൾ പെൺകുട്ടികളെക്കാളും ടോളറും ഫിസിക്കലി സ്ട്രോങ് ആകുന്നു. ഗേൾസ് ആ സമയത്ത് മെച്യൂരിറ്റി പെട്ടെന്ന് ഗേൾസിനാവും. കുട്ടികളുടെ ആ സെയിം ഏജ് നോക്കുവാണെങ്കിൽ ഗേൾസിനായിരിക്കും മെച്യൂരിറ്റി കൂടുന്നത്. ഡ്യൂറിങ് അഡോളസൻസ് ആകുമ്പോൾ അവര് അങ്ങ് മെച്യൂരിറ്റി കൂടുന്നു. പക്ഷെ ബോയ്സ് കുറച്ചുകൂടെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴാണ് അവരങ്ങ് മെച്യൂർ ആവുന്നത്. പെൺകുട്ടികൾ ഫാസ്റ്റർ ആയിട്ട് തന്നെ അഡോളസൻസ് ആകുമ്പോൾ തന്നെ അവരങ്ങ് മെച്യൂർ. ഇപ്പൊ 10 വയസ്സിന് താഴെ തന്നെ അങ്ങനെ ഇപ്പൊ മെൻസ്ട്രൽ ഇത് ആയാലും ആവണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഫുഡിന്റെയും ഒക്കെ പറയുന്നുണ്ട്. ശരിയാണ്. പക്ഷെ അതങ്ങായി കഴിയുമ്പോ ഓൾമോസ്റ്റ് മിക്ക പെൺകുട്ടികളും അവരുടെ ആ ഒരു മെച്യൂരിറ്റി, ചിലർക്കാണ് ആ ഒരു കുട്ടിക്കളി എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ, അപ്പൊ അങ്ങനെ ആവാറുണ്ട്. പിന്നെ ബോയ്സിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ കുറച്ചുകൂടെ അങ്ങ് സ്ട്രോങ് ആവുകയാണ്. അവരൊരു അത്ലറ്റിക് ആ ഒരു രീതിയിൽ അവരുടെ കളികളും എല്ലാം ആ ഒരു രീതിയിലേക്ക് മാറും. അതുപോലുള്ള ആക്ടിവിറ്റീസിലേക്ക് മാറും, അത്ലറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ അവരുടെ ഇൻട്രസ്റ്റുകൾ മാറുവാണ്. പല പല കാര്യങ്ങളിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആയി വരുന്നു, ഇതൊക്കെ വരും. ഓക്കെ, അപ്പൊ അത് സെക്സ് ജെൻഡർ എങ്ങനെ അവരെ വ്യത്യാസപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു,
ജെൻഡർ, അത് ജെൻഡർ ഡിഫറൻസ്, ബോയ്സ് ഗേൾസിൽ വരുന്ന ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞു. ഹെറിഡിറ്ററി ഫാക്ടറിൽ തന്നെ ഫിസിക്കൽ പാരാമീറ്റേഴ്സും ഡിസീസും ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മള് സറൗണ്ടിങ്സ്, അതായത് എൻവയോൺമെന്റ്, വളരുന്ന ആ ഒരു ചുറ്റുപാട്, അതൊരു ക്രിട്ടിക്കൽ റോള് തന്നെയാണ്. നമ്മള് മെന്റൽ ഡിസോർഡേഴ്സ് പറഞ്ഞപ്പോ നമ്മൾ ഒരു റീസൺ പറഞ്ഞത് എൻവയോൺമെന്റ് തന്നെയാണ് റീസൺ ആയിട്ട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ബൈപോളാർ ഡിസോർഡറിനെ കുറിച്ചും സ്ക്രിസോഫ്രീനിയയെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ, സൈക്കോട്ടിക് ഡിസോർഡർ. അത് ക്രോണിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. മെഡിസിൻസ് എടുക്കണം, ലോങ് ടേമില് മെഡിസിൻസ് എടുക്കണം. മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇമ്പാക്ട് കുറയും മീൻസ് മെഡിസിൻ കഴിക്കുന്ന വ്യക്തി അയാള് കോൺഷ്യസ് ആവുകയാണ്, എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്, സോ ഐ ഷുഡ് ടേക്ക് ദിസ് മെഡിസിൻ, ഞാൻ ഇത് കഴിക്കണം, എന്നാലാണ് എനിക്ക് നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റും. പിന്നെ പാർട്ട്നേഴ്സിന്റെ കാര്യം ചിലർ സംശയം ചോദിക്കാറുണ്ട്, ഇവർക്ക് മാരേജ് പോസിബിൾ ആവും. അറിഞ്ഞ് മാരേജ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇപ്പൊ ഒരു വീട്ടിലെ ഒരു കുട്ടിക്കാണെങ്കിൽ, ഇപ്പൊ കുട്ടി മീൻസ് അത് യങ്ങ സ്റ്റേജിലേക്ക് പോകും തോറും ഈ പ്രോബ്ലം വേഴ്സ്റ്റ് ആവും. അപ്പൊ എന്തുകൊണ്ടും ആ കൊച്ചിന് ഈ മെഡിസിൻസ് കറക്റ്റ് രീതി, അവന്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ പാരന്റ്സ് റെഡി ആവണം, കൺവിൻസ്ഡ് ആകണം, കുട്ടിക്ക് ആ മെഡിസിൻസ് കറക്റ്റ് കൊടുക്കണം. എന്നാൽ മാത്രമാണ് അയാൾക്ക് ത്രൂ ഔട്ട് ലൈഫ് പ്രൊഡക്റ്റീവ് ആയിട്ട് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ജോലിയിലാണെങ്കിലും പഠിത്തത്തിലാണെങ്കിലും ഫാമിലി ലൈഫിലേക്ക് പോകാൻ കഴിയുന്ന സമയത്തിലാണെങ്കിൽ അങ്ങനെ ആ കറക്റ്റ് കാര്യം. പലപ്പോഴും ഇപ്പം മാറി വരുന്നുണ്ട്, പാരന്റ്സിന് പൊതുവെ ഇങ്ങനെയുള്ള മെഡിസിൻസ് അവർക്ക് കൊടുക്കുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പലപ്പോഴും പാരന്റ്സിന് പറ്റാറില്ല. സോ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രെയറും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറുന്നു പറഞ്ഞിട്ട്. പ്രെയർ ഒക്കെ നല്ലതാണ്, അതൊരു മെഡിറ്റേഷനാണ് അയാൾക്ക് കൊടുക്കുന്നത്. ബട്ട് അതിന്റെ കൂടെ ഈ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യേണ്ടതുണ്ട് പാരന്റ്സ്. നമ്മൾ പറഞ്ഞത് ഈ എൻവയോൺമെന്റ് ഒരു ക്രിട്ടിക്കൽ റോൾ തന്നെ ചെയ്യുന്നത്. ഞാനൊരു ബൈപോളാർ ഡിസോർഡർ ഒരു കുട്ടിയെ പറ്റി ഒരിക്കലും പറഞ്ഞതാണ് എന്റെ ഓർമ്മ. ഡിഗ്രിക്ക് പഠിക്കുന്നത് പെൺകുട്ടിയാണ്, മിടുക്കിയാണ് എല്ലാ കാര്യത്തിലും, പഠിക്കാനും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും. കുട്ടി മെഡിസിൻ എടുക്കുന്നുണ്ട്, പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഫാദർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ആ വീട്ടില്. അപ്പം കുട്ടിക്ക് ദേഷ്യമാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അത്ര ദേഷ്യ. അത് അതിന്റെ അമ്മോട് എപ്പോഴും പറയും ഡിവോഴ്സ് ചെയ്യും. അപ്പൊ അവിടെ കുട്ടി ജീവിക്കുന്ന ആ ചുറ്റുപാട് അതിന്റെ ഈ ഡിസോർഡറിനെ കുറച്ചുകൂടെ കൂട്ടാനുള്ള രീതിയിലേക്ക് മാറുവാണ്. അതുകൊണ്ടാണ് എൻവയോൺമെന്റ് എപ്പോഴും ഒരു ക്രിട്ടിക്കൽ റോൾ തന്നെയാണ്. ഹെറിഡിറ്ററി അതൊക്കെ ഇമ്പോർട്ടന്റ്. സെക്സിലേക്ക് മാറുമ്പോൾ, ജെൻഡർ ഡിഫറൻസ് വരുമ്പോൾ അതൊക്കെ നമുക്ക് മാനേജബിൾ ആണ്. പക്ഷെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ റോൾ തന്നെയാണ്. അത് ഡ്രോപ്പ് ആയി പോണുണ്ടോ? എന്റെ ആണോ? അല്ല, ഇടയ്ക്ക് പോകുന്ന പോലെ ഉണ്ട്. എനിക്ക് മാത്രമാണോ ഫീൽ ചെയ്യാൻ അറിയില്ല കേട്ടോ. ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ബ്രേക്ക് ആവണില്ല മാം. ഇവിടുത്തെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എയർ ത്രൂ വൈഫൈ എടുക്കുമല്ല, കേബിൾ വഴി ഡയറക്റ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടെങ്ങാനും എന്തെങ്കിലും ഒരു, കാരണം വൈഫൈ ഇരിക്കുന്നതൊന്നും കുറച്ച് മാറിയിട്ടാണ് ലാപ്ടോപ്പ് വെച്ചേക്കണം. അപ്പം റിസപ്ഷൻ ചിലപ്പോൾ വീക്ക് ആവും. ഞാൻ തന്നെ കണക്ട് ചെയ്തേക്കുവാ. ഒരു മിനിറ്റ് കേട്ടോ. മാം കുഴപ്പമില്ല, എനിക്ക് പ്രശ്നം, വേറുള്ളവർക്ക് കുഴപ്പമില്ലെങ്കിൽ മാഡത്തിന്റെ പ്രശ്നമായിരിക്കില്ല, ചിലപ്പോ ഇവിടത്തെ ആയിരിക്കും. ലൂസ് ആയതൊന്ന് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ. സോ എൻവയോൺമെന്റിന്റെ പ്രോബ്ലം നമ്മൾ അത് ക്രിട്ടിക്കൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. കുട്ടിയുടെ ഫിസിക്കൽ മാത്രമല്ല സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, അത് എൻവയോൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്തിരിക്കുക. കുട്ടിയുടെ എയർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റില് ഈ ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടി ജീവിക്കുന്ന ചുറ്റുപാട്, ജോഗ്രഫിക്കൽ കണ്ടീഷൻസ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയാനായിട്ട്, ആളുകൾ നമ്മളുടെ നാട്ടിൽ നിന്ന് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോവാറില്ലേ, ലൈക്ക് ജർമ്മനി അങ്ങനെയൊക്കെ പോവുമല്ലോ. അവിടെ ചെല്ലുമ്പോൾ ആളുകൾ അവർ പറയുന്ന ഒരു പ്രശ്നം എന്താ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇതുപോലുള്ള ജർമ്മനി, പോളണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ക്ലൈമറ്റ്, ലാംഗ്വേജ് പ്രശ്നമാണ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് പോയിട്ടുണ്ട് മാഞ്ചസ്റ്ററില്, അവരുടെ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട് അവര്. അപ്പൊ അവർക്ക് ഇപ്പോ ആ ചേട്ടൻ നാട്ടിലായിരുന്നു,
അപ്പൊ ഫാമിലി ചേട്ടനും പോയപ്പോ ചേട്ടന് ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടാ. എന്ന് വെച്ചാൽ അവരൊറ്റ സ്പീഡിൽ നമുക്ക് പ്രൊണൗൺസിയേഷൻ ചെയ്യാനും പറ്റണില്ല, നമ്മൾ പറയുന്നത് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റണില്ല. ഓക്കെ മനുജ, അത് നമുക്ക് ടൈംലി അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ശരിയല്ലേ? അത് മാറ്റിയെടുക്കാം. പക്ഷെ അവരിപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ള അവിടെ അത് ഓൾറെഡി ക്ലിയർ ആവും. അവർ നിന്ന് ലൈഫ് ലോങ് അത് അവിടെ ക്ലിയർ ആവും എന്ന് വിചാരിക്കണ്. പിന്നെ അവിടുത്തെ ക്ലൈമാറ്റ് ഭയങ്കര ചേഞ്ച് ആണ്, ടൈം ഭയങ്കര ചേഞ്ച് ആണ്. അവിടെ സൺലൈറ്റ് റിസപ്ഷൻ ടൈം വളരെ കുറവല്ലേ? വളരെ കുറവാണ്. പലപ്പോഴും ഇങ്ങനെ ഡൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പോഴും ഇരുട്ട് മൂടിയ ഒരു അന്തരീക്ഷമാണ്. പെട്ടെന്ന് 5 മണിയാകുമ്പോൾ രാത്രിയായി അവിടെ. അതെ അതെ, അങ്ങനെ ഭയങ്കര ഗ്ലൂമി ആവുന്നാ പറയണേ. അതെ, ഫാമിലി ആയിട്ടുള്ളവരാകുമ്പോ പിന്നെ അത് മാനേജ് ചെയ്യും, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട്. പക്ഷെ അല്ലാതെ ഒറ്റയ്ക്ക് സ്റ്റുഡന്റ് അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളുടെ ഇവിടെ എന്ന് വെച്ചാൽ നമുക്കറിയാം ഡേ ടൈം എത്രത്തോളം ഉണ്ട്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് രാത്രിയാവുന്നില്ല, നമുക്ക് വെളിച്ചമാണ് നമ്മൾ എപ്പോഴും കാണുന്നത് കൂടുതൽ. സോ അത് നമ്മള് പോയത് ആ ചേച്ചി സ്റ്റുഡന്റ് ആണ്, ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിട്ട് പോയിട്ട് അവൾ ടീച്ചറാണ് അവിടുത്തെ പോയത്. അങ്ങനത്തെ സ്റ്റുഡന്റ് വിസയിലാണ് പോയത്. അപ്പൊ അവിടെ ജോബ് ശരിയായിട്ടില്ല, അവിടെ സ്റ്റുഡന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഹവേഴ്സിനല്ല വർക്ക്, അവർക്ക് ഇത്ര ഹവേഴ്സ്, ഇത്ര മണിക്കൂറിനാണ് അവിടെ ഇതെന്ന് പറയണത്. ഇത്ര മണിക്കൂർ ആഴ്ചയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വീട്ടിലിരിക്കുക അവർക്ക്, അങ്ങനെയാണ്. പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, എഡ്യൂക്കേഷൻ നല്ല എഡ്യൂക്കേഷൻ ആണ്. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് അവർ അങ്ങോട്ട് പോയത്, നല്ല എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിട്ട്. എന്റെ ഒരു ഫ്രണ്ട് പറയായിരുന്നു, അവര് യൂട്യൂബിൽ നോക്കി വെക്കും നാട്ടിലെ ഓരോ നല്ല റെസ്റ്റോറന്റും, എന്നിട്ട് നാട്ടിൽ വരുമ്പോ അത് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യലാന്ന്. അങ്ങനെ അവർക്ക് അവിടെ ആകെ അങ്ങനെയുള്ള ഫെസ്റ്റ് പോലെ കാര്യങ്ങളോ, അങ്ങനെ പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട് അവിടെ പോവുക, അത്രയ്ക്കുള്ളൂ. വരെ കൂടുതൽ അവർക്ക് ചില ക്ലൈമറ്റ് ടൈമിൽ അവർക്ക് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടാവില്ല. പോകാൻ പറ്റില്ല അവർക്ക്. അങ്ങനെ നമ്മളെ നാട്ടിലത്തെ പോലെ അങ്ങനെ ഇറങ്ങി നടക്കാനോ അങ്ങനെയുള്ള ഫ്രീഡം അവർക്ക് അങ്ങനെ ഇല്ല അങ്ങോട്ട്. മാം, എൻ്റെ ബ്രദേഴ്സ് UK അവർക്ക് പക്ഷെ നാട്ടിലെ ക്ലൈമറ്റ്, നാട്ടിലെ കൾച്ചർ ഒന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നാട്ടിലെ ക്ലൈമറ്റ് ഒട്ടും പറ്റില്ല, കാരണം തണുപ്പായിട്ട് കാരണം ഒട്ടും ചൂട് സഹിക്കാൻ പറ്റില്ല. ഈ ഡാർക്ക്നെസിന്റെ കാര്യം ഒരു ഗ്രേ ഷെയ്ഡ് ആയിരിക്കും ഈ അവിടേക്ക്. ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാത്ത ടൈമിൽ ഫുൾ നമ്മൾ നല്ല വെളിച്ചല്ലേ കാണുന്നേ. നമ്മൾ ആക്സെപ്റ്റഡ് ആണ്, ഈവനിങ് ആകുമ്പോഴേക്കും ഇങ്ങനെ ഇരുട്ടാവും, പിന്നെ നമ്മൾ അങ്ങ് ഉറങ്ങുക. ഇതൊക്കെ പകലും അത് തന്നെ. സൺലൈറ്റ് റിസപ്ഷൻ വളരെ കുറവാണ് ഡേ ടൈമിൽ. നമ്മളിവിടെ നോമ്പൊക്കെ 6:30 ആവുമ്പോൾ ചില സമയത്ത് ഇനി മാക്സിമം പോയാൽ 6:50 അത്ര വരെ പോവുള്ളൂ. അവർക്ക് 9:30 വരെയൊക്കെ ഫാസ്റ്റിംഗ് എടുക്കേണ്ട ടൈം വരുന്നുണ്ട്. ഓ ശരി, അത് മനസ്സിലായി. അപ്പം എൻവയോൺമെന്റില് ജോഗ്രഫിക്കൽ കണ്ടീഷൻ മാത്രമല്ല, അതായത് ചൂട്, തണുപ്പ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള അങ്ങനെയുള്ള ഇത് മാത്രമല്ല, സോഷ്യൽ എൻവയോൺമെന്റും കുട്ടിയെ ഡെവലപ്മെന്റിനെ ബാധിക്കും. എന്താ സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സമൂഹത്തിൽ നിന്ന് കുട്ടി പഠിച്ചെടുക്കുന്ന കാര്യങ്ങള്. Social environment and relationship with family, society, other children of their age, അതായത് peer ഗ്രൂപ്പുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം സോഷ്യൽ എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ട് വരും. ഫാമിലി ആയിട്ടുള്ളത്, അപ്പൊ നല്ല രീതിയിൽ ഫാമിലിയുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ അത് കുട്ടിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ്. പലപ്പോഴും ബ്രോക്കൺ ഫാമിലിയിലുള്ള കുട്ടികളുടെ കാര്യം നമുക്കറിയാം അല്ലെ? അങ്ങനെ വരാം. അല്ലെങ്കിൽ പാരന്റ്സ് ആരെങ്കിലും നഷ്ടപ്പെട്ട കുട്ടി, സിബ്ലിങ്സ് ആരെങ്കിലും നഷ്ടപ്പെടുന്ന കുട്ടി, അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെ ചില ഹ്യൂമൻ ലോസ് സംഭവിക്കുന്ന, അതെല്ലാം കുട്ടിയുടെ ഈ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ബാധിക്കും. എ ഗുഡ് സ്കൂൾ ആൻഡ് ലവിങ് ഫാമിലി. ശരിക്കും ആ ഒരു എൻവയോൺമെന്റില് ആ കുട്ടി പഠിക്കുന്ന സ്കൂള് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ കുട്ടി വളരുന്ന ഫാമിലി അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളില് സ്ട്രോങ് ആയിട്ടൊരു സോഷ്യൽ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽ, പരസ്പരമുള്ള ബന്ധം, അത് കൂടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അവര് അതർ ഏരിയാസിൽ അവർ കുറച്ചുകൂടെ വിജിലന്റ് ആവുകയാണ്. അക്കാദമിക്സിന്റെ കാര്യത്തിലാണെങ്കിലും കളികളിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണെങ്കിലും. ശരിക്കും ഗുഡ് സ്കൂൾ ആൻഡ് സ്ട്രോങ് ഫാമിലി, നല്ലൊരു ഫാമിലി, നല്ലൊരു സ്കൂള് കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ക്രൂഷ്യൽ റോൾ തന്നെയാണ്.
എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ കണ്ടീഷൻ മാത്രമല്ല, സോഷ്യൽ എൻവയോൺമെന്റും കൂടി. അത് ക്ലിയർ ആയല്ലോ. നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ ക്ലൈമറ്റിന്റെ ചേഞ്ചസ്, ചൂട്, തണുപ്പ്, ഡ്രൈനസ്, അതൊന്നും മാത്രമല്ല, ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് മാത്രമല്ല, ഫാമിലി ആൻഡ് സ്കൂൾ, കുട്ടി പഠിക്കുന്ന ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി ആൻഡ് സ്കൂൾ, ഇത് നല്ല രീതിയിൽ പോയാലാണ് കുട്ടിയുടെ ഡെവലപ്മെന്റും നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. കുട്ടിയുടെ അക്കാദമിക്സും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുകയുള്ളൂ. അത് പല കുട്ടികളിലും പല രീതിയിലായിരിക്കും. ദിസ് വിൽ ഓഫ് കോഴ്സ് ബി ഡിഫറെന്റ് ഫോർ ചിൽഡ്രൻ ഹൂ ആർ റേസ്ഡ് ഇൻ സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റ്. ഭയങ്കര സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റിലാകുമ്പോൾ കുട്ടി ആക്ച്വലി സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റിലാകുമ്പോൾ കുട്ടിക്ക് അങ്ങനെയുള്ള ഇതിൽ വളർന്നു വരുന്ന കുട്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. റിജോ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ. പിന്നെ ഇത് മാത്രം കളിക്കണല്ലോ. റിജു അറിയണല്ലോ, നമുക്ക് വേണ്ടി 1 hour വന്ന് വീട്ടിൽ നിന്ന് വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഇരിക്കല്ലേ. റിജുക്ക് ബോറടിക്കുണ്ടാവും. നെക്സ്റ്റ്, എക്സസൈസ് ആൻഡ് ഹെൽത്ത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിനകത്ത് പറയുന്നില്ല, അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടർ, പിന്നെ ജെൻഡർ, സെക്സ്, അല്ലെ, പിന്നെ എൻവയോൺമെന്റ് നമ്മൾ പറഞ്ഞു. എൻവയോൺമെന്റ് 2 പാർട്ട് ഉണ്ട്, അത് നമ്മൾ പറയും. നമ്മൾ ഓൾറെഡി അത് ജനറലൈസ് ചെയ്ത് പറഞ്ഞു. സോഷ്യൽ എൻവയോൺമെന്റും അതുപോലെ തന്നെ എന്തായിരുന്നു പറഞ്ഞത്, ജോഗ്രഫിക്കൽ കണ്ടീഷൻസ്, അല്ലെ, അത് താമസിക്കുന്ന ഏരിയയിലെ ചില കാര്യങ്ങൾ. കളിച്ചങ്ങനെ മുന്നേറുവാണല്ലോ. എക്സസൈസ് ആൻഡ് ഹെൽത്ത്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല, നമുക്കറിയാം. പിന്നെ ഈ കുട്ടികളെ ഭയങ്കര അച്ചടക്കത്തോടു കൂടി പട്ടാള ചിട്ടയിലൊക്കെ വളർത്താന്നൊക്കെ പറയില്ലേ, ശരിക്കും അതൊരു ഫ്ലെക്സിബിൾ ആക്കുകയാണ് വേണ്ടത്. ഓക്കെ, നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കുകയാണ്. അല്ലാണ്ട് പേടിപ്പിച്ച് വളർത്തുക ആ ഒരു സിസ്റ്റമേ ശരിയല്ല. ചില സമയത്ത് നമുക്കത് ഒരു വാണിംഗ് അങ്ങനെ കൊടുക്കാം. കുട്ടി ആക്സെപ്റ്റ് ചെയ്യുന്ന ചില ടോണുകൾ ഉണ്ടല്ലോ പാരന്റ്സിന്റെ, ആ രീതിയിൽ നമ്മൾ പറയുക തന്നെ വേണം. പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും അവര് കുട്ടി ആക്സെപ്റ്റ് ചെയ്യുന്ന ചിലൊരു ടോൺ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ടോണിൽ നമ്മൾ പറയണം. അല്ലാതെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന കുട്ടിക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും കുട്ടിയുടെ അടുത്ത് പെരുമാറണം. അങ്ങനെ വൺസ് ആ ചെറിയ ഏജിൽ തുടങ്ങി അത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ലൈഫ് അവര് മാനിപ്പുലേറ്റ് ചെയ്യും. പാരന്റ്സിനെ ആണെങ്കിലും ടീച്ചേഴ്സിനെ ആണെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യും. എക്സസൈസ് എന്ന് പറഞ്ഞു ശരിക്കും എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് കഠിനമായ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യിക്കുകയല്ല, അവർക്കൊരു നോർമൽ പ്ലേ ടൈം, അവരൊന്ന് ആക്റ്റീവ് ആവാനായിട്ട് അവർക്ക് നോർമലി ഒരു പ്ലേ ടൈം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സ്പോർട്സിന്റെ ആക്ടിവിറ്റീസ് കൊടുക്കാം. സ്കൂളിൽ പ്രത്യേകിച്ച് നമുക്ക് ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ഉണ്ട്. മഴയുള്ള സമയത്ത് ഔട്ട്ഡോർ ഗെയിംസ് പോസിബിൾ അല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ ഗെയിംസ് കൊടുക്കാം. ടേബിൾ ടെന്നീസോ ചെസ്, ക്യാരംസ്, കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇൻഡോർ ഗെയിംസിന്. കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഈ രീതിയിലുള്ള ഗെയിംസ് എല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്താൽ എന്താ, ഇവരുടെ മസിൽസ് എല്ലാം നല്ല സ്ട്രോങ് ആകും. അങ്ങനെ പിന്നെ വെച്ചാൽ അവര് അങ്ങനെ അത്രയും അവർ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് അതിനനുസരിച്ച് നല്ല രീതിയിൽ മാറും. നല്ല പോലെ വിശക്കും. അപ്പൊ നമ്മള് ആ സമയത്ത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ തന്നെ അവര് ആ റൊട്ടീൻ തന്നെ അവർ ഫോളോ ചെയ്യും. പ്രോപ്പർ എക്സസൈസ് തുടക്കത്തിൽ തന്നെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ അവര് വളരും. എക്സസൈസ് അവരെ ഹെൽത്തി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഡിസീസസ് എല്ലാം ഫൈറ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇമ്മ്യൂൺ സിസ്റ്റം അങ്ങനെ സ്ട്രെങ്തൻ ആകും. പ്രത്യേകിച്ച് പറയില്ലേ, നമ്മളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു മണ്ണിലൊക്കെ കുറച്ചു നേരം കളിക്കുവാണെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് കൂട്ടുന്നാണ് പറയുന്നത്. ഓക്കെ, ഔട്ട്ഡോർ പ്ലേ അവര് ഹെൽപ്പ് ചെയ്യുന്നു. അലർജി, പിന്നെ അതുപോലെ തന്നെ രോഗങ്ങൾക്കൊക്കെ അതിനൊക്കെ ഒരു റെസിസ്റ്റൻസ്, ആ ഒരു ഇമ്മ്യൂണിറ്റി അവർക്ക് വരും. അല്ലെങ്കിൽ ഈ പറയുന്ന മണ്ണ് ഒക്കെ അവർക്ക് പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പം അതും കൂടെ ഒന്നാണ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. എക്സസൈസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എക്സസൈസ് ആൻഡ് ഹെൽത്ത്. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്ലേ ടൈം, നല്ലൊരു പ്ലേ ടൈം, അവർ ഇഷ്ടപ്പെടുന്ന ചില ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ടാവുമല്ലോ, അതിലവരെ എൻഗേജ് ചെയ്യിക്കാവുന്നതാണ്. അപ്പൊ അവരുടെ മസിൽസ് കൂടുതൽ സ്ട്രെങ്ത് ആവും. പിന്നെ കൂടാതെ ഔട്ട്സൈഡിൽ പ്ലേ ചെയ്യിക്കുവാണെങ്കിൽ ചിലപ്പോൾ പറയാറില്ലേ, കുറച്ച് മഴയൊക്കെ കുട്ടികൾ അവര് നനയുന്നത് നല്ലതാന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ അവർക്കൊരു ഇമ്മ്യൂണിറ്റി അവർക്ക് കിട്ടാൻ, അവർക്കൊരു റെസിസ്റ്റന്റ് പവർ, അസുഖങ്ങളോ അലർജിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കുറെ കാര്യങ്ങൾ കുട്ടിയുടെ ഗ്രോത്തിന് ഇത് ഡിപ്പെൻഡന്റ് ആണ്. എന്താണ്? ഭക്ഷണം അല്ലെ, നല്ല ഫുഡ്, നല്ല വാട്ടർ, അതെല്ലാം പ്രോപ്പർ ആയിട്ട് ഒരു ബാലൻസ് ഡയറ്റ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ബാക്കി അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പറഞ്ഞു. അതിൽ പ്രീ നേറ്റൽ, പോസ്റ്റ് നേറ്റൽ പറയുന്നുണ്ട്. ഓക്കെ, പ്രീ നേറ്റൽ, പോസ്റ്റ് നേറ്റൽ എന്താന്ന് നിങ്ങൾ അമ്മമാർക്ക് അറിയായിരിക്കുമല്ലോ. കുട്ടി ജനിക്കുന്നതിന് മുമ്പേ മാം അതിൽ ഷെയർ ചെയ്തിരിക്കുന്ന പ്രീനാറ്റിൽ സ്ക്രോൾ ചെയ്യാൻ ഒന്ന് പറ്റും. സ്ക്രോൾ ചെയ്യാറിച്ചോ. ആ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് തുടങ്ങി താഴേക്ക് കാണാൻ പറ്റണം. പ്രഗ്നൻസി ടൈമിലുള്ളത് പ്രീനേറ്റൽ, അത് കഴിഞ്ഞിട്ടുള്ളത് പോസ്റ്റ് നേറ്റൽ. ഓക്കെ, പ്രീനേറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീനേറ്റൽ ഡെവലപ്മെന്റ്, കുട്ടിയിൽ നല്ലൊരു ഡെവലപ്മെന്റ് വരുന്നെങ്കിൽ അവിടെ ആരെയാ ശ്രദ്ധിക്കണ്ടേ? നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടത് ആരെയും? മദർ. നമുക്കറിയാം ഇങ്ങനെ ഫീറ്റസ്, അമ്മയുടെ വോംപിനകത്ത് കുട്ടിയായി തുടങ്ങി ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും അല്ലെ. സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. പലപ്പോഴും പല അമ്മമാർക്കും ചില സമയത്ത് സ്ട്രെസ് ഉണ്ടായിരിക്കാം, പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ടാകും. ചിലരുടെ കുഴപ്പമുണ്ടാവില്ല, വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കും. അതെല്ലാം കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? ഈവൻ അമ്മയുടെ വ്യൂസ് വരെയും കുട്ടിയെ അഫക്ട് ചെയ്യും. കാരണം കുട്ടി വേണം എനിക്ക്, അത് എന്റെ കുഞ്ഞാണ്, അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അമ്മ റെഡിയാകുന്നത് വരെ ആ കുട്ടിയെ ബാധിക്കുന്നാണ് പറയണത്. അമ്മ കഴിക്കുന്ന ഭക്ഷണോ മരുന്നോ മാത്രമല്ല, ഇതുപോലുള്ള കാര്യങ്ങളും, അതായത് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ്, കുഞ്ഞിനെ അമ്മ തയ്യാറാകുന്നത് വരെ ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതൊരു സൈക്കോളജിസ്റ്റിന്റെ സ്റ്റോറി കേട്ടിട്ടുണ്ട്. അമ്മ പ്രഗ്നന്റ് ആയ സമയത്ത് അച്ഛന് ആ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അത് അങ്ങനെ കുഴപ്പമില്ല, പിന്നെ അവരതിനെ വേണം എന്ന് പറഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് കുട്ടി കുറച്ച് ഏജ്, അച്ഛന് നല്ല സ്നേഹമുണ്ട് കുട്ടിയോട്. പക്ഷെ ഒരു സമയമായപ്പോൾ കുട്ടിക്ക് അച്ഛനെ ഇങ്ങനെ കൊല്ലണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ സൈക്കോളജിസ്റ്റ് പറയാം ആ കുട്ടിയുടെ മൈൻഡിൽ ഇത് വന്നത് കാരണമാണ്. ഇത് കുട്ടി വയറ്റിലുണ്ടായിരുന്ന സമയത്ത് അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇത്. അച്ഛന് കുട്ടിയോട് നല്ല സ്നേഹമുണ്ട് പുറമേക്ക്, പക്ഷെ അത് മുമ്പ് നടന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ടൊന്ന് സ്റ്റോറി കേട്ടിട്ടുണ്ട്. ആ കുട്ടി കേൾക്കുന്നുണ്ടാവും. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തോന്നുവല്ലേ? നമ്മൾ എന്ത് പറഞ്ഞാലും കുഞ്ഞ് കേൾക്കും. കുട്ടിക്ക് തോന്നുന്നുണ്ടാവും ഞാനൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്നുള്ള രീതിയിൽ കുട്ടി ഒന്ന് വിചാരിച്ചു പോകും. അപ്പം മെറ്റേണൽ ഹെൽത്ത്, അതായത് അമ്മ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന ആ ഒരു കൺസീവ് ചെയ്യുന്ന ടൈം തുടങ്ങിയുള്ള ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ ഫിസിക്കൽ മാത്രമല്ല, മെന്റൽ സ്റ്റേറ്റും, ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദി ചൈൽഡ്, കുഞ്ഞ് വേണമെന്ന് അമ്മ പ്രിപ്പയർഡ് ആവുകയാണ് ശരിക്കും. അപ്പൊ അങ്ങനെ തന്നെ വേണമെന്നാണ്. ആക്സിഡന്റലി പലപ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷെ അതിനുവേണ്ടി രണ്ടുപേരും, അമ്മയും അച്ഛനും പ്രിപ്പയർ ആവുന്ന സമയം അതും കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും എഫക്ട് ചെയ്യും. പിന്നെ ന്യൂട്രീഷൻ, അമ്മ കഴിക്കുന്ന ഭക്ഷണമാണ് അവിടെ. പിന്നെ ഡ്രഗ്സും ആൽക്കഹോളും ഇൻടേക്ക് ചെയ്യുന്ന മദർ ആണെങ്കിൽ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായി തന്നെ ബാധിക്കും. ഇനി ആക്സിഡൻസ്,
എന്തെങ്കിലും ആക്സിഡൻസ് സംഭവിക്കുവാണെങ്കിൽ അതിന്റെ ഷോക്ക് ട്രോമ ഒക്കെ ഉണ്ടെങ്കിൽ അതും കുഞ്ഞിനെ എഫക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പല ഫാക്ടേഴ്സും പ്രീനേറ്ററിൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പുള്ള ആ ടൈമിലെ പല ഫാക്ടേഴ്സും ഉണ്ടാകുന്ന ഓരോ ഇൻസിഡൻസ് വരെ കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ബാധിക്കും എന്നാണ് പറയുന്നത്. മാം അതുപോലെ ഈ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ സ്ട്രെസ് ഉണ്ടാവുമ്പേ ഈ കുട്ടി ജനിച്ച് ഒരു 4-5 വയസ്സ് കഴിയുമ്പോ കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി വരുന്ന പോലെ ഈ കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുമോ അത്? അമ്മയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടിയെ ബാധിക്കുമെന്നാണോ? അതെ, കുട്ടിക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവാതിരിക്കുക, ഇങ്ങനെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതിരിക്കുക, അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെയാണ് ഇതുവരെയും പലപ്പോഴും കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള അമ്മമാരിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ഒരു മേഡം ഇപ്പൊ മിക്ക കുട്ടികൾക്കും ഹൈപ്പർ ആക്ടിവിറ്റിയാ, കോൺസെൻട്രേഷൻ കാരണം എന്റെ കുട്ടിക്ക് ഉണ്ട്, എനിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോ അവന് മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്, ഹോമിയോ മരുന്ന് കൊടുത്തോണ്ടിരിക്കുക. ഷമീറ ടീച്ചർക്ക് അറിയാൻ പറ്റുമായിരിക്കും, പല കുട്ടികളെയും മുമ്പിൽ കാണുന്നതല്ലേ അല്ലെ? ടീച്ചർക്ക് അറിയായിരിക്കും. എന്നാ ഇവർക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ക്ലാസ്സിൽ ഈ ശ്രദ്ധിക്കില്ല. ഇപ്പോഴത്തെ ജനറേഷനിലത്തെ മിക്ക കുട്ടികളും ഭയങ്കര ഹൈപ്പറാ. പിന്നെ ഇപ്പൊ വീട്ടിലെന്ന് വെച്ചാല് 1-2 കുട്ടികളല്ലേ ഉള്ളു. അപ്പൊ ആ കുട്ടികളെ ലാളിച്ച് വളർത്തുമ്പോ വീട്ടിലത്തെ മുത്തശ്ശിമാരും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. അത് സ്കൂളിൽ വരുമ്പോള് ഒരു 35 കുട്ടികളുടെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് നോക്കിയെടുക്കാൻ തന്നെ. ഇപ്പൊ നാളെ ലാസ്റ്റ് ഡേ ആണ്, അതിനുള്ള പ്രിപ്പറേഷൻസ് ക്ലാസ്സിന്റെ ഇടയിൽ. എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ആക്ടിവിറ്റീസ് ഇപ്പം ഞാൻ UKG-യിലത്തെ ക്ലാസ് ടീച്ചറാണ്. അപ്പൊ ലാസ്റ്റ് ഡേ ആകുമ്പോ അവർക്ക് എന്തെങ്കിലും ഒരു കാർഡ്, വിഷ് ചെയ്തിട്ടുള്ള ഒരു കാർഡ്, പിന്നെ ഒരു ഞാൻ കാണിച്ചു തരാം, ഉണ്ടാക്കാണ്. കാണണ്ട ഒരു ബൊക്ക പോലെ. കണ്ടില്ല ഞാൻ ശരിക്കും. കണ്ടു. അതെ, ഇതുണ്ടാക്കി കഴിഞ്ഞു. ഇപ്പൊ ഒരു കാർഡ് ഉണ്ടാക്കാണ്, വിഷ് ചെയ്തിട്ടുള്ള മെസ്സേജ് ഉണ്ടല്ലേ? ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. ഇവിടെ സ്കൂൾ ഓപ്പണിങ്ങിനൊക്കെ ടീച്ചർമാർ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഓരോ കാർഡും അങ്ങനെയൊക്കെ വെച്ചിട്ട്. സോ നമ്മളിപ്പോ എന്ത് കൊടുത്താലും, അവർക്കൊരു മിഠായി കൊടുത്താലും അവർക്ക് ഒരു സന്തോഷാണ്. പക്ഷെ നമ്മള് ഇത്രയും 2 വർഷം നമ്മുടെ ഇരിയത്തുണ്ടായിട്ട് അവര് പോകുമ്പോ ഒത്തിരി വിഷമാണ് അത്. എത്ര കുടുംബന്മാരായാലും കുടുംബന്മാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവുക. കോൺവക്കേഷൻ ഉണ്ടോ? UKG കഴിയുമ്പോ ഒരു കോൺവക്കേഷൻ ഫംഗ്ഷൻ വെക്കുമല്ലോ. ഉണ്ട്. അത് ഞങ്ങള് മെയില് നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ റിസൾട്ടോട് കൂടി നടത്താന്നുള്ള ഒരു ഉദ്ദേശം. ഞങ്ങൾ ആദ്യം നേരത്തെ നടത്താറ്, ഇപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് മെയില് ഫസ്റ്റോടുകൂടി നടത്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ക്യാമ്പ് ഉണ്ട്, അപ്പൊ അതിക്ക് മുന്നായിട്ട് നടത്താന്നുള്ളത്. അപ്പോ നെക്സ്റ്റ് പ്രീനേറ്ററിൽ ആ ഒരു ഫാക്ടേഴ്സ് വരും. അപ്പൊ നിങ്ങളത് മാക്സിമം ഡേറ്റാസ് ഒന്ന് കളക്ട് ചെയ്യുക. ഈ പ്രീനേറ്ററിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം തന്നെ പോയിന്റ്സ് അതിനകത്ത് പറയുന്നുണ്ട്. അമ്മ കഴിക്കുന്ന ഭക്ഷണം, ഡ്രഗ്സും ആൽക്കഹോളും എടുക്കുന്ന ആളാണെങ്കിൽ, അതുപോലെ എന്തെങ്കിലും ആക്സിഡൻസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ, അതിപ്പം കണ്ടിട്ടുള്ള ട്രോമയാകാം, അതുമാകാം, ആൾക്ക് സ്വയം ഉണ്ടായ ഏതെങ്കിലും ആക്സിഡൻസ് ആകാം. പിന്നെ അതെല്ലാം ഫിസിക്കൽ മെന്റൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ അമ്മയെ ബാധിക്കുന്നുണ്ട്. പിന്നെ കുട്ടിയെ വേണമെന്ന് അമ്മ സ്വയം തന്നെ റെഡി ആകുന്നത് അത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. നെക്സ്റ്റ് പോസ്റ്റ്നേറ്റൽ, കുട്ടി ഉണ്ടായതിനു ശേഷം ഉള്ള കാര്യങ്ങൾ വരുന്നത്, പോസ്റ്റ്നേറ്റലിൽ വരുന്നത് ഫിസിക്കൽ എൻവയോൺമെന്റ്, ലിവിങ്, അതായത് കുഞ്ഞ് പുറത്തേക്ക് വന്നല്ലോ, കുഞ്ഞ് ജീവിക്കുന്ന ചുറ്റുപാട്, ലിവിങ് കണ്ടീഷൻസ്, പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്, ഇതെല്ലാം വരാം. ഫിസിക്കൽ എൻവയോൺമെന്റിൽ ഇതെല്ലാ കാര്യങ്ങളും വരും. കുട്ടി ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാട്, അതിന് കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ, കാര്യമായ ഒരു ഏരിയ ഉണ്ടെങ്കിൽ. എന്തെങ്കിലും പറയാനുണ്ടോ സബിക, നസീമ? നിങ്ങളുടെ ഹാൻഡ് റൈസ് കണ്ടുകൊണ്ടാണ്. പ്ലേ സ്പേസ്, എൻവയോൺമെന്റും, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്,
ഇതെല്ലാം കുട്ടിയുടെ ഫിസിക്കലായിട്ട് കുട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഫിസിക്കൽ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പോസ്റ്റ്നേറ്റൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ ബാക്കിയുണ്ട് സോഷ്യോ എക്കണോമിക്, ഇമോഷണൽ എൻവയോൺമെന്റ്. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റില് ജോഗ്രഫിക്കൽ കണ്ടീഷൻസും മാത്രമല്ല, അല്ലാതെ വരുന്ന റിലേഷൻഷിപ്പ്, ഫാമിലി ആയിട്ടും പീർ ഗ്രൂപ്പുമായിട്ടുള്ള റിലേഷൻഷിപ്പും എല്ലാം ഇതില് വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോഷ്യൽ റിലേഷൻസ് എല്ലാം. പിന്നെ എക്കണോമിക് സ്റ്റാറ്റസ്, ഫിനാൻഷ്യലി ഒത്തിരി ലോ ആണെങ്കിൽ കുട്ടിക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയി പോകും. കൂടെ ഈവൻ ഫുഡ് ഹാബിറ്റ്സിൽ വരെ അത് വരും. ഫിനാൻഷ്യലി ലോ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേ ടൈം, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഇതൊന്നും കുട്ടിക്ക് ചിലപ്പോൾ ഈ ഫിനാൻഷ്യലി അത് ലോ ആവുന്ന സമയത്ത്. പിന്നെ ഫാമിലി സ്ട്രക്ചർ, പിന്നെ ഒരു ഫാമിലി ഫോളോ ചെയ്യുന്ന ഒരു കൾച്ചർ, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെതായ ഒരു കൺസർവേറ്റീവ് ആയിട്ടോ ആ രീതിയിലൊക്കെ ആകുമ്പോൾ അത് ഇതിന്റെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും. സെക്സ് ഓൾറെഡി നമ്മൾ ജനറലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെൻഡർ വൈസ് പെൺകുട്ടി ആൺകുട്ടി ആ ഒരു ഡിസ്ക്രിമിനേഷൻ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അവിടെ പല റെസ്ട്രിക്ഷൻസും അതിന്റെ ലൈഫ് സ്റ്റൈലിൽ വരും. പിന്നെ പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് പറയുന്ന നമ്മൾ അങ്ങനെ കാണില്ല. ഒരു പാർഷ്യാലിറ്റിയോ ഡിസ്ക്രിമിനേഷനോ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇപ്പൊ ഒത്തിരി ഫോർവേഡായി ചിന്തിക്കുന്ന പാരന്റ്സ് കാണിക്കാറില്ല. ഒത്തിരി റൂറൽ ഏരിയയിലോ അല്ലെങ്കിൽ അതുപോലെ മെന്റൽ സ്റ്റേറ്റുള്ള ആൾക്കാരായിരിക്കും ആ ഒരു ഡിസ്ക്രിമിനേഷൻ കുട്ടികൾ കാണിക്കുന്നത്. പണ്ടൊക്കെ അത് ശരിക്കും വിസിബിൾ ആയിരുന്നു, കാണുന്നുണ്ട്. എഡ്യൂക്കേഷൻ അതെല്ലാം പലപ്പോഴും അതിനനുസരിച്ച് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയാണെങ്കിൽ ഇത്ര പഠിച്ചാൽ മതി അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ പെൺകുട്ടിക്ക് വീട്ടില് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ആ ഒരു ഏരിയ തന്നെ റെസ്ട്രിക്ട് ചെയ്ത ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം കുറെ മാറിയിട്ടുണ്ട്. എന്നാലും എവിടെയെങ്കിലുമൊക്കെ അത് കാണാം. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇതുപോലെ നിങ്ങള് പുറത്തേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുന്ന നസീമയെ പോലുള്ളവരൊക്കെ അങ്ങനെയുള്ളതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ളതെല്ലാം വരാം. പിന്നെ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്, നമുക്ക് കുട്ടിയുടെ ഇന്റലിജൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് കുട്ടിക്ക് വേണം. അല്ലെ, ചെസ് കളിക്കാൻ നല്ല മിടുക്കനാണെങ്കിൽ അവൻ അതിനുള്ള എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ ആ അതിലേക്ക് അവനെ ഗൈഡ് ചെയ്ത് അവനെ എക്സ്പ്ലോർ ചെയ്യിക്കാനായിട്ട് പറ്റും. പിന്നെ പലപ്പോഴും ഒരു ഇൻക്വിസിറ്റീവ്സ് ആകാംക്ഷ, അവരിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് അവനെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യിക്കാനല്ല വേണ്ടത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എപ്പോഴും കൊടുക്കണം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു കാര്യമായിട്ട് അവർ ചെയ്ത കാര്യം കൊണ്ടുവന്ന് കാണിക്കുമല്ലോ. പെയിന്റിംഗ് ആയിരിക്കാം, ഡ്രോയിങ് ആയിരിക്കാം, ചിലപ്പോൾ കളർ ചെയ്തതായിരിക്കാം, ക്രയോൺസ് കൊണ്ട്, ഇനി ഒരു പേപ്പർ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയതായിരിക്കും. അപ്പൊ അതിനെല്ലാം നമ്മളൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കണം. പിന്നെ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കണം. റീഡിങ്, സ്റ്റോറി ടെല്ലിങ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക്, ഡാൻസിങ്, ഡ്രമാറ്റൈസിങ്, ചില ചെറിയ റോൾ പ്ലേസ് ഒക്കെ കാണിക്കും. ഈ പണ്ടൊരിടയ്ക്ക് ടിക്ടോക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കാണാൻ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഭയങ്കര നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്. ചിലപ്പോൾ ഡബ്മാഷ് ചെയ്യുന്നതായിരിക്കാം. ഡയലോഗ്സിനനുസരിച്ച് അവരുടെ ലിപ് മൂവ്മെന്റും അവരുടെ എക്സ്പ്രഷനും ആക്ഷനും ഒക്കെ അങ്ങനെയൊക്കെ കൊച്ചു കുട്ടികൾ ചെയ്യുന്ന നല്ല ഭംഗിയായിട്ട് അവര് ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഈ കാര്യം പറഞ്ഞപ്പോ അതിനകത്ത് ഒരു സെന്റൻസ് അതിനകത്ത് വരുന്നുണ്ടായിരുന്നു. മോണ്ടിസോറി ഈസ് ഇൻ ലൈൻ വിത്ത് മോഡേൺ സൈക്കോളജിസ്റ്റ് ഹു അക്നോളജ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ബോത്ത് നേച്ചർ ആൻഡ് നർച്ചർ. അതായത് എൻവിയോൺമെന്റ് മാത്രമല്ല, നർച്ചർ, കുട്ടിയെ വളർത്തുന്ന രീതി, അതും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അച്ഛൻ കേണലായിരുന്നു, അമ്മ അഡ്വക്കേറ്റ്. അവർക്ക് രണ്ടാമതുണ്ടായത് ഒരു മോളുണ്ടായി, പിന്നെ ഒരു മോനുണ്ടായത് ഇതുപോലെ മെന്റലി റിട്ടാർഡേഷനുള്ള മോനായിരുന്നു. ലുക്സിലും നമുക്കത് മനസ്സിലാവും. ആ കുട്ടിക്ക് സ്പീച്ച് പ്രോബ്ലം ഉണ്ട്, ദിക്ക് പോലെ വരും സംസാരിക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ എഴുതാൻ അത്ര നന്നായി അറിയില്ല. പക്ഷെ ഷോർട്ട് ഫിലിം, ഡോക്യുമെന്ററി ഒക്കെ ആ പയ്യൻ ചെയ്യും. അതെല്ലാം ചെയ്ത് അതിന്റെ നാഷണൽ അവാർഡ് വരെ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അതിന്റെ 5 വയസ്സുള്ളപ്പോ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ വീഡിയോ എടുക്കുന്ന ആ ഒരു കൗതുകം. അങ്ങനെ അത് ചെന്നൈയിൽ പോയിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അങ്ങനെ പഠിച്ച്
അതിനകത്ത് ഡിഗ്രി ഒക്കെ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടായി. അങ്ങനെ അതിന് ശേഷം സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിമും ഡോക്യുമെന്ററി ഒക്കെ അത് ചെയ്യാൻ തുടങ്ങി. ഒരു ഓഫീസും 2 സ്റ്റാഫൊക്കെ ആയിട്ട് അത് ഓഫീസ് അഡ്വർടൈസ്മെന്റ് മേഖലയിലും ഒക്കെ നല്ലപോലെ ഷൈൻ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. സംസാരിക്കുമ്പോൾ ഇതുപോലെ വിക്ക് വരും, പക്ഷെ അതൊന്നും ആളെ ബോധർ ചെയ്യാറില്ല. ലീസ്റ്റ് ബോധേഡ് ആണ് ആള്. അത് ആ കുട്ടിയുടെ നർച്ചറിങ് അങ്ങനെയായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു അമ്മയും അച്ഛനും ആ കുട്ടിയെ നല്ല രീതിയിൽ തന്നെ നർച്ചർ ചെയ്തെടുത്തു. അതിന്റെ സിസ്റ്ററും ഒരു 3 പേരും കൂടിയാണ് അതിനെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ അത് അതിന്റെ അതുകൊണ്ടാണ് മാം അത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇതിലെത്താൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അവര് ആ വിക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ആരെങ്കിലും അതിനെ കളിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ശരിക്കും പഠനത്തിൽ പിന്നോക്കം പോകും. പക്ഷെ അവര് ആ പേരൻസ് ശരിക്കും കെയർ ചെയ്തതുകൊണ്ട് ആ കുട്ടി നല്ല രീതിയിലെത്തി. അതുകൊണ്ടാണ് നർച്ചറിങ് വളരെ ഇമ്പോർട്ടന്റ്, വളർത്തുന്ന ആ ഒരു രീതി. അപ്പൊ ശരിക്കും എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ബോത്ത് ജോഗ്രഫിക്കൽ ആൻഡ് സോഷ്യൽ, ഈ 2 എൻവയോൺമെന്റൽ കണ്ടീഷനും നല്ലപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ റിജു, നെക്സ്റ്റ് പേജ് ഒന്ന് എടുത്ത് വെച്ചേക്കോ. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു പോയി, അവരൊന്ന് വായിച്ചോട്ടെ. റിജു, സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് നമ്മൾ ഓൾറെഡി ഇനീഷ്യലി പറഞ്ഞു പോയി. അത് പോസ്റ്റ് നേറ്ററിൽ വരുമ്പോഴുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പാരന്റൽ ആറ്റിറ്റ്യൂഡും അത് എനിക്കൊരു നോർത്തിലൊക്കെ ഇപ്പോഴും പലയിടത്തും റിമോട്ട് ഏരിയയില് ഇതുപോലെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഒരു പാർഷ്യാലിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്, ആൺ പെൺ വ്യത്യാസം ആ രീതിയിലൊക്കെ വരുന്നുണ്ട്. ഫാമിലി സ്ട്രക്ചർ അതാ പറഞ്ഞപ്പോ ആൺകുട്ടി ആണെങ്കിൽ ഇതൊക്കെ ആകാം, പെൺകുട്ടി ആകുമ്പോൾ കുറച്ച് കാര്യങ്ങളെ പാടുള്ളൂ, ചെയ്യാൻ പാടില്ല. സെക്സിലും ആ ഒരു ഡിഫറൻസ്, ആ ഒരു സെക്സ് ജെൻഡർ വൈസ് ഡിഫറൻസ് കാണിക്കുന്നു. പിന്നെ ഫോളോ ചെയ്യുന്ന കൾച്ചർ. ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ഞാൻ പറഞ്ഞിരുന്നു. എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പറ്റണം. ചില കാര്യങ്ങൾ കുട്ടി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അരുതെന്നൊക്കെ പറയും, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പ്രൊമോട്ട് ചെയ്യും, അത് എക്സ്പെരിമെന്റ് ചെയ്യട്ടെ. പിന്നെ ഇൻക്വിസിറ്റീവ്നെസ്, ആകാംക്ഷ നിറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ആയ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏജ് ഉണ്ട് അവരുടെ. അതെല്ലാം നമ്മൾ ശരിക്കും അത് പ്രൊമോട്ട് ചെയ്യണം, പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കണം, ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിക്കണം. അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് തേഴ്സ്ഡേ ഫ്രൈഡേ അവധിയാണ് കേട്ടോ. തേഴ്സ്ഡേ ഗുഡ് ഫ്രൈഡേ ഹോളിഡേയ്സ് ആണ് പറഞ്ഞേക്കാൻ പറഞ്ഞു. ബുധനാഴ്ച നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസിന്റെ ഒക്കെ വന്നിട്ട് ഞാൻ വൈകിട്ടാണ് കേറിയത്. അപ്പൊ ഞാൻ അത് കേട്ടിട്ടില്ല കൊറേ. അപ്പൊ അത് നമ്മള് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ മതി അല്ലേ? അതെ, സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു യൂണിറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റി വരുമ്പോ ആ യൂണിറ്റ് തീരുമ്പോഴേക്കും സബ്മിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു ഇതിപ്പോ നമുക്ക് ഇപ്പോഴല്ലേ വന്നത്, ഇപ്പോഴല്ലേ ഇട്ട് തന്ന്. അപ്പൊ അതുകൊണ്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്പോഴേ സബ്മിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരുമിച്ചിട്ട് കൊടുത്ത ആക്ടിവിറ്റിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് ഏത്, സബ്മിറ്റ് ചെയ്യേണ്ടാത്ത ഏതെന്നുള്ളത് ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ ലിസ്റ്റ് കൊടുത്തേക്കാം. കാരണം ചിലപ്പോ അവിടെ അവർക്ക് മനസ്സിലാവില്ല. മെഡിറ്റേഷൻ, എക്സസൈസ് അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. മനസ്സിലായല്ലോ? മനസ്സിലായി. പിന്നെ അതേപോലെ നമ്മള് പിന്നെ റെക്കോർഡിൽ ഇതിലാണ് എഴുതിയിട്ടുള്ളത്, ഡയറിയിൽ എഴുതിയതൊക്കെ നമ്മള് ഫോട്ടോ എടുത്ത് അങ്ങനെ അയച്ചാൽ മതിയില്ലേ? ഡയറിയിൽ മതി. പിന്നെ ഞാൻ ഡെയിലി ഡയറി ഫോർമാറ്റ് ഇല്ലേ, അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണ്ട, അത് നിങ്ങളുടെ പേഴ്സണൽ ആണ്. അതേപോലെ മാം തീം സോങ് പറയണ അത് മാം അതിപ്പോ തന്നെ വേണോ? തീം സോങ് എഴുതണോ? ഈ ഒരു അവധിക്ക് ഒന്ന് ആലോചിച്ച് ചെയ്യാലോ. ഇതിന്റെ ടീച്ചിങ് മെത്തേഡ്, നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങളുടെ ബാക്കിയുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അതിൽ നിന്നൊക്കെ കിട്ടിയ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് തീം സോങ് എടുക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ട്, അതെല്ലാം വെച്ചിട്ട് തീം സോങ് ഇടാം. റെക്കോർഡും ഇപ്പൊ സബ്മിറ്റ് ചെയ്യണോ? എന്തോ റെക്കോർഡും സബ്മിറ്റ് ചെയ്യണ്ട, അത് ചെയ്ത് തീരുമ്പോ സബ്മിറ്റ് ചെയ്താൽ മതി. പിന്നെ നോട്ട്സ് സബ്മിറ്റ് ചെയ്യണ്ട കേട്ടോ. ഞാനിങ്ങനെ നോട്ട് എഴുതാൻ പറഞ്ഞിട്ടില്ലേ, ക്ലാസ്സിലെ ദിവസവും കേൾക്കുന്ന കാര്യങ്ങളും അതിനെ ഇലാബറേറ്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ ആഡ് ചെയ്ത് നോട്ട് എഴുതാൻ പറഞ്ഞില്ലേ, അത് സബ്മിറ്റ് ചെയ്യണം. അത് എന്തൊക്കെയാണെന്നൊന്ന് പറയണേ മാം. അല്ല, അത് നമുക്ക് ആക്ടിവിറ്റീസ് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ചെയ്യേണ്ടത്. കാരണം നോട്ട്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ
അത് നോട്ട്സ് ഡ്രൈവ് സബ്മിറ്റ് നിറഞ്ഞു. ചെയ്യാൻ പറയില്ല. അപ്പൊ ഫുള്ളായിട്ടും ഡയറിന്ന് പകുതി ആവാറായി. മാം ഈ ആക്ഷൻ സോങ്ങും റോൾ പ്ലേ ഒക്കെ സബ്മിറ്റ് ചെയ്യണോ? വേണ്ട. കാരണം എന്താന്ന് വെച്ചാല് പ്രെയർ സോങ്ങും ആക്ഷൻ സോങ്ങും ഒന്നും ഇപ്പൊ സബ്മിറ്റ് ചെയ്യണ്ട. നമ്മൾ എഴുതുന്ന ഒരു ആക്ടിവിറ്റി റൈം ബുക്ക് ഇല്ലേ, നമ്മുടെ റെക്കോർഡ്, അതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രെയർ സോങ്, തീം സോങ്, പിന്നെ ഏതെങ്കിലും ആക്ഷൻ സോങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡിലേക്ക് വരേണ്ടതാ. നമ്മുടെ സ്വന്തം ക്രിയേഷൻ കേട്ടോ. റെക്കോർഡ് ആവുമ്പോ അത് സബ്മിറ്റ് ചെയ്താൽ മതി മാം. മതി. അതൊന്നും ഇപ്പൊ വേണ്ട. അപ്പൊ ഞാനത് കറക്റ്റ് നോട്ട് ചെയ്തിട്ട് ഞാനത് കൊടുത്തേക്കാം. ക്ലാസ് റൂമിൽ അവരെ ഇടുന്നു. അപ്പൊ ഏതൊക്കെ വേണ്ടതെന്നുള്ളത് ചെയ്താൽ മതി. എന്നിട്ട് സബ്മിറ്റ് ചെയ്താൽ മതിയോ? എന്നാലും മതി. ഞാൻ നാളെ തന്നെ മിക്കവാറും കൊടുക്കും. മാം ഞാൻ എഴുതിയതെല്ലാം സബ്മിറ്റ് ചെയ്തു. അതെയോ? ഞാൻ ഓൾറെഡി എല്ലാം സബ്മിറ്റ് ചെയ്തു. കുഴപ്പമില്ല. സബ്മിറ്റ് ചെയ്തവരുടെ ഒന്നും പ്രോബ്ലം ഇല്ല. ഞാനത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞേക്കാം. തുടക്കത്തിൽ നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് വരും. അതിലൊരു ഇതുണ്ടായിരുന്നു, പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ്, അതുപോലെ അങ്ങനെയുള്ള അത് എഴുതിയത്. അത് സബ്മിറ്റ് ചെയ്യണോ? എനിക്ക് ക്ലിയർ ആയില്ല. പ്രിൻസിപ്പിൾസോ? ഫുഡ് കഴിക്കുന്നതിന്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ട് ഇല്ലേ, അത് എഴുതിയിട്ടുണ്ടായിരുന്നു നോട്ടില്. അതുപോലെ കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് എഴുതിയിരുന്നു. വെജിറ്റേറിയൻ ഫുഡും നോൺ വെജിറ്റേറിയനും ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സെപ്പറേറ്റ് ഒന്ന് ഇടാവോ ഗ്രൂപ്പിൽ? ഞാൻ സെപ്പറേറ്റ് ഇട്ടേക്കാം കേട്ടോ. സെപ്പറേറ്റ് ഇടാം. റെക്കോർഡും 11th ആക്ടിവിറ്റി ആയപ്പോഴേ 3 എണ്ണാണ് ആ ഫ്രേസസ്, റിഡിൽസ്, അപ്പൊ പസിൽസ്. അത് 3 റെക്കോർഡ്സ് ഒന്നും ഇപ്പൊ സബ്മിറ്റ് ചെയ്യണ്ട. ഞാൻ റെക്കോർഡ് ഇപ്പൊ എഴുതിക്കാൻ തുടങ്ങിയത് അവസാനം ആവുമ്പോ നിങ്ങൾക്ക് ഒരു ഹറി ബറി ആകെ റഷ് ആയി പോകും. അത് ആക്ടിവിറ്റി കൺഫേം ചെയ്തു. അത് ലാസ്റ്റ് റെക്കോർഡ് സബ്മിഷന് മാത്രമായിട്ട് ഒരു ടൈം വെക്കും. അതിനു മുമ്പ് നമ്മുടെ ഈ കുഞ്ഞു ആക്ടിവിറ്റീസ് എല്ലാം തീരും. റെക്കോർഡ് സബ്മിഷന് മാത്രമായിട്ട് ലാസ്റ്റ് സെഷൻ ഉണ്ട്. പിന്നെ ഞാനൊരു വൈവ വെക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് കോഴ്സ് തീരുമ്പോ നമ്മുടെ ഫൈനൽ എക്സാമിന്റെ ഒപ്പം തന്നെ വൈവ സെഷൻ ഉണ്ട്. ആ സമയത്ത് റെക്കോർഡ്സ് എല്ലാം പക്കയായിരിക്കണം. ഇപ്പൊ വേണ്ടതുള്ളത് ആക്ടിവിറ്റീസ്. അതെ, അതാ ഏത് ആക്ടിവിറ്റീസ് ഇപ്പൊ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ ലിസ്റ്റ് കൊടുത്തേക്കാം. ഓക്കെ. അപ്പൊ ഇനിയിപ്പൊ ഞാൻ എനിക്ക് എല്ലാരും കൂടെ പറഞ്ഞപ്പോ മനസ്സിലായില്ല. എന്താണ്? പ്രയർ സോങ്, റോൾ പ്ലേ, പിന്നെ അത് പറഞ്ഞില്ലേ മാം 10 ഇൻഡിവിജ്വലിനോട് ചോദിച്ചിട്ടുള്ളത്, അതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പോസ്റ്റർ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഒരു പോസ്റ്റർ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ? അത് നമ്മള് വരയ്ക്കുമല്ലോ, നമ്മളല്ലാതെ പോസ്റ്റർ പോലെ ഉണ്ടാക്കുമല്ലേ ചെയ്യണ്ടേ? മതി. വരയ്ക്കാൻ പറ്റുന്നവർക്ക് സ്റ്റിക്ക് ചെയ്യാനോ, ഒട്ടിക്കാവുന്നവർക്ക് ഒട്ടിക്കാം, വരയ്ക്കണവർക്ക് വരയ്ക്കാം. ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് ഇല്ലേ, അത് ആക്ടിവിറ്റി ബുക്കിലാണോ ചെയ്യണ്ടേ? ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് ആണോ? അത് എന്തിലാ ചെയ്തത്? ചാർട്ടിലാണോ ചെയ്യേണ്ടത്? ചാർട്ടിൽ ചെയ്യാം, പേപ്പറിലായാലും പ്രശ്നമില്ല. പേപ്പർ ആവുമ്പോ പേപ്പർ ഈ രീതി പിടിച്ചിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ഇടുന്നു. കുറച്ച് വലുതാക്കി ചെയ്യുന്നില്ലേ, ലാൻഡ്സ്കേപ്പ് മോഡിൽ പേപ്പർ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ചാർട്ടിൽ ചെയ്തിട്ട് അത് ഫോട്ടോ എടുത്ത് അയച്ചാലും മതി. ഇമേജ് എടുത്തിട്ട് എങ്ങനെയാ നിങ്ങൾക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടല്ലോ അല്ലേ? എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം? ഇനിയിപ്പൊ അവധി വരികയല്ലേ, വ്യാഴം വെള്ളി. ഇനി ക്ലാസ് പിന്നെ അത് കഴിഞ്ഞ് ഈസ്റ്റർ കഴിഞ്ഞിട്ട് തുറക്കുന്നതിന് ആ അവധിക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ കുഴപ്പമില്ല. നാളെ ഞാൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് പകരം മിസ് ജോയിൻ ആവും, അശ്വതി മിസ് ജോയിൻ ആവും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, മിസ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രീതികള്, മീൻസ് പ്രെയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് ആരെങ്കിലും പ്രെയർ മിസ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. മാം അതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? നിന്റെ നമ്പർ കിട്ടിയില്ലേ? നമ്പർ കിട്ടിയിട്ടില്ല. ഫോൺ നമ്പർ തരാനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ നാളെ പറയാം.